ഇച്ചിരി നീണ്ടുപോയെന്ന് എനിക്കറിയാം. പക്ഷേ ദൈവസന്നിധിയിൽ വരുന്നത് ഇച്ചിരി നേരം നീണ്ട് ആരായിച്ചാലും പ്രശ്നമൊന്നുമില്ല. ഞാനും നിങ്ങളുടെ കൂട്ടി ഇവിടെ ഫുൾ ഡേ ഇവിടെ നിൽക്കുക. ശാരീരികമായ പല ക്ലേശങ്ങളുണ്ടെങ്കിലും ഇവിടെ വന്ന് ആരാധിക്കുമ്പോൾ എനിക്ക് ബലമാണ്. പ്രൈസ് ഗോഡ്. कितने लोगों को ऐसा लग रहा है कि हम ज़्यादा समय खड़े होकर आराधना और स्तुति कर रहे थे. मैं भी आपकी तरह यहाँ पर सुबह से ही खड़ा हूँ. परमेश्वर के साथ सामने आराधना करते तो हमें वो सामर्थ्य लौट के मिलता है. ഇന്ന് നമ്മൾ ചിന്തിച്ച വാക്യം നമുക്ക് എല്ലാവർക്കും മനസ്സിലായോ? നമുക്ക് ഓരോരുത്തർക്കും അത് മനസ്സിലാകണം, എന്നിട്ടേ ഇവിടുന്ന് പോകാവൂ. നമ്മൾ ഒരു വാക്യം വായിച്ചുള്ളെങ്കിലും പരിശുദ്ധാത്മാവ് പറയുന്ന ആലോചന റിസീവ് ചെയ്ത് വേണം നമ്മൾ കടന്നു പോകാൻ. അത് വ്യക്തമായി മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ. हमने जो पहले वचन को सुना वो आप लोगों को समझ में आया, ऐसा मैं विश्वास करता हूँ, क्योंकि कोई भी वचन ऐसा नहीं है जो आप अगर उसे उसके अर्थ को नहीं समझेंगे तो उसका कोई क्रिया आपकी ज़िंदगी में नहीं होगा. പ്രൈസ് ഗോഡ്. അശുദ്ധാത്മാവ് തിരിച്ചു വന്നു. അവൻ തിരിച്ചു വരാതിരിക്കത്തൊന്നുമില്ല. നമ്മൾ വിചാരിക്കും ഒരിക്കൽ ശാസിച്ച് പുറത്താക്കിയെന്ന് വിചാരിച്ച് അവൻ തിരിച്ചൊന്നും വരാതിരിക്കത്തില്ല. പിശാചിൻ്റെ വലിയൊരു ക്യാരക്ടറെന്ന് പറയുന്നത് അവന് നാണമില്ല. പുറത്താക്കിയാലും വിട്ടാലും അവൻ തിരിച്ചു പിന്നെയും വരും. ये जो अशुद्ध आत्मा है उस वो बेशर्म है, इसलिए अगर उसे आप धक्के मार के बाहर निकालो तो भी वो फिर से लौट आएगा. നമ്മൾ ഇൻവൈറ്റ് ചെയ്യേണ്ട അൺഇൻവൈറ്റഡ് ഗസ്റ്റാണ് ആര്? പിശാച് എന്ന് പറയുന്നത്. അത് പല തരത്തിലൂടെ ആയിരിക്കാം. പല മെറ്റീരിയലായിട്ടുള്ളതായിരിക്കാം, ചിലപ്പം വ്യക്തികളിലൂടെ ആയിരിക്കാം. നമ്മൾ നോ പറഞ്ഞ പല വിഷയങ്ങളും മടക്കി വരുന്നു. ഇന്ന് ദൈവാത്മാവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പം പരിശുദ്ധാത്മാവ് ചിലത് നോ പറഞ്ഞ ചില വിഷയങ്ങൾ, ചില വ്യക്തികൾ ചിലപ്പോൾ ഒരു തക്കം പാത്ത് നോക്കിയിരിക്കുക ഒരു അവസരത്തിന് വേണ്ടി. അവനിപ്പോഴും ചിന്തിക്കുന്നുണ്ട്, ആ വ്യക്തികൾ ഇപ്പോഴും നിൻ്റെ ജീവിതത്തിനകത്ത് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത്, പിശാച് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നു എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. നമ്മൾ ഇടം കൊടുക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. നമ്മൾ ഒഴിഞ്ഞിരുന്നവരായിരുന്നാൽ നമ്മൾ അവൻ കയറും. പ്രൈസ് ഗോഡ്. पवित्र आत्मा मुझे यही याद दिला रही थी कि कुछ रिश्ते भी ऐसे हमारे ज़िंदगी में जिसे हम ना कहकर हम उसे हटाते, हमारे लाइफ ज़िंदगी से दूर रखते हैं, फिर भी वो कोशिश में हमेशा ही लगे रहते हैं कि किसी न किसी तरह रास्ता बनाकर हमारे ज़िंदगी में फिर से वो लौट आए और हम हमारे ज़िंदगी को पहले से भी बढ़कर उसे बुरा बनाए. അവിടം കൊണ്ട് അത് നിൽക്കുന്നില്ല. എന്നാലും ഞാൻ ആ ഒരു വാക്യം കൂടെ ഒന്ന് വായിക്കാം. നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായം അതിൻ്റെ 1, 2, 3 വാക്യം കൂടെ ഒന്ന് വായിച്ചിട്ട് എങ്ങനെയാണോ പരിശുദ്ധ ആത്മാവ് നമ്മളെ നയിക്കുന്നത് അതനുസരിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. प्रेरितों के काम उसका 28वां अध्याय एक और वचन को हम पढ़ेंगे, उसके बाद पवित्र आत्मा जिस तरह में आगे चलाता है ऐसे. അവിടുത്തെ ബർബരന്മാർ ഞങ്ങൾക്ക് അസാധാരണമായ ദയ കാണിച്ചു. മഴയും ശീതവും നിമിത്തം തീ കൂട്ടി ഞങ്ങളെയൊക്കെയും കൈക്കൊണ്ടു. കണ്ടോ? അടുത്ത വാക്യം. പൗലോസ് കുറെ വിറക് പെറുക്കി തീയിലിട്ടപ്പോൾ ഒരു അണലി ചൂട് നിമിത്തം പുറപ്പെട്ട് അവന്റെ കൈക്ക് പറ്റി. ആ ജന്തു അവന്റെ കൈമേൽ തൂങ്ങുന്നത് ബർബരന്മാർ കണ്ടപ്പോൾ, ഈ മനുഷ്യൻ ഒരു കൊലപാതകൻ, സംശയമില്ല, കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ ജീവിച്ചിരിപ്പാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞു. അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു, ദോഷം ഒന്നും പറ്റിയില്ല. വാക്യം നമ്മൾ തുടങ്ങുന്നത് എങ്ങനെയാണ് ഞാൻ പലവട്ടം ഇത് പറഞ്ഞിട്ടുണ്ട്, ഇത് ആവർത്തിച്ചിട്ടുണ്ട് ആ വാക്ക്. എങ്കിൽ കൂടി പരിശുദ്ധാത്മാവ് ഇന്ന് ഓർമ്മപ്പെടുത്തുന്നുകൊണ്ട് ആ വാക്യം ഒന്നുകൂടെ സ്പെസിഫൈ ചെയ്യാണ്. 1-ാം വാക്യം ഇങ്ങനെയാണ്. എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? എല്ലാവരും എന്നെ ഒന്ന് ശ്രദ്ധിക്കണേ. കാരണം ഇത് ആത്മാവിൽ ഞാൻ ആശ്രയിച്ച് പറയുന്ന കാര്യങ്ങളാണ്. അത് നമുക്ക് ബലമായി തീരണം. അവിടെ പറയുന്നത് രക്ഷപ്പെട്ടതിന് ശേഷമാണ്. രക്ഷപ്പെടൂന്ന് തോന്നിയതല്ല അല്ലേ? നമ്മുടെ പല അനുഭവങ്ങളും അങ്ങനെയല്ലേ? രക്ഷപ്പെടൂവോ? ഇത് കടമ്പ കടക്കുവോ? പ്രയാസമാ. പലപ്പോഴും നമ്മൾ ഗീവപ്പ് ചെയ്താൽ ഇത് പറ്റത്തില്ല, നടക്കത്തില്ല. എല്ലാവരുടെയും ജീവിതത്തിൽ ഒന്നെങ്കിലും കാണും, ഒന്നെങ്കിലും രണ്ടെങ്കിലും എപ്പോഴെങ്കിലും ജീവിതത്തിൽ അങ്ങനെ അനുഭവിച്ചു കാണും അല്ലേ? ഇത് കടമ്പ കടക്കുവോ? രക്ഷപ്പെടുവോ? പക്ഷേ നമ്മൾ വിചാരിക്കാത്ത നിലയിൽ കർത്താവിന് നമ്മളോട് പദ്ധതി ഉള്ളതുകൊണ്ടും ദൈവത്തിന് നമ്മളോട് സ്നേഹമുള്ളതുകൊണ്ടും നമ്മൾ രക്ഷപ്പെട്ടു. कई बार हमारी ज़िंदगी में भी ऐसे अवसर, ऐसे परिस्थितियाँ आए हैं जहाँ हमको ऐसा लगा कि हम बचेंगे नहीं, लेकिन परमेश्वर की कृपा के कारण हम उसमें से बच निकले हैं. പരിശുദ്ധാത്മാവ് തരുന്ന ആലോചന പ്രകാരം ഞാൻ അങ്ങോട്ട് മുമ്പോട്ട് പോകട്ടെ. पवित्र आत्मा जिस तरह मुझे वाणी दे रहे हैं उस तरह मैं आगे बढ़ रहा हूँ. അടുത്ത വാക്യം രക്ഷപ്പെട്ടതിന് ശേഷം, वो जब बच निकले उसके बाद की बात हम पढ़ेंगे 28वां अध्याय.
രക്ഷപ്പെട്ടതിന് ശേഷം അവർ ഒരു കാര്യം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. മെലീത്ത എന്ന് അവർ ഒന്ന് എല്ലാവരും കൂടി ചേർന്ന് പറയണേ. കാരണം ഇതൊരു നമ്മളൊരു ബൈബിൾ ക്ലാസ്സും അല്ല, ആത്മാവിൻ്റെ ഉണർവിലേക്ക് നയിക്കപ്പെടണം. എല്ലാവരും ഒന്ന് ചേർന്ന് മെലീത്ത എന്ന് ഗ്രഹിച്ചു, അല്ലേ, റിയലൈസ് ചെയ്തു. അപ്പം കഴിഞ്ഞ 14 രാത്രികൾ കുറേ രാത്രികളെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രൈസ് ലോർഡ്. 19-ാമത്തെ വാക്യത്തിൽ 20-ാമത്തെ വാക്യത്തിൽ 14 രാത്രികളോളം കടന്നു തോന്നും. 27-ന്റെ 3-ാം നാൾ അവർ സ്വന്തം കയ്യാൽ കപ്പൽ കോപ്പും കടലിലിട്ട് കളഞ്ഞു. വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ട് ഇരിക്കിയാൽ ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും അറ്റുപോയി. 27-ന്റെ 20 ഒന്ന് ഇടാമോ സ്ലൈഡിൽ? 27वां अध्याय उसका 20वां वचन, जब बहुत दिनों तक न सूर्य न तारे दिखाई दिए और बड़ी आंधी चलती रही तो अंत में हमारे बचने की सारी आशा जाती रही. നമ്മൾ ഇതിനെക്കുറിച്ച് ഒത്തിരി പ്രസംഗങ്ങൾ കേട്ടു എന്നുള്ളതിലല്ല കാര്യം. ഇന്ന് രാത്രി ഇന്ന് പകല് നമ്മളോട് പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം നമുക്ക് ഉണ്ടാകുന്നു എന്നതാണ് കാര്യം. ഞാൻ പറഞ്ഞില്ല, അലങ്കരിക്കുന്നതും പുട്ടിൻ ഓർഡർ ആക്കുന്നതും ഒക്കെ നല്ല കാര്യം, പക്ഷെ നിറഞ്ഞിട്ടാണ് പോകുന്നത്, അതാണ് വ്യത്യാസപ്പെടുത്തുന്നത്. हम इन वचनों के ऊपर हमने प्रचार काफ़ी बार सुना होगा, वो बहुत बार सुने, उसकी वजह से कोई फ़र्क नहीं पड़ता, लेकिन पवित्र आत्मा का क्रिया हमारे ज़िंदगी में इन वचनों के द्वारा हो रहा है कि नहीं, वो है परखना. എനിക്ക് ആത്മാവിൽ മുമ്പോട്ട് നീങ്ങണമെന്നുണ്ടെങ്കിലും ഇരിക്കുന്ന ദൈവമക്കളും എൻ്റെ കൂടെ ആത്മാവിൽ മുമ്പോട്ട് വന്നാലേ പരിശുദ്ധാത്മ മുമ്പോട്ടും പോകത്തുള്ളൂ. मुझे पवित्र आत्मा में അങ്ങനെ നിർബന്ധിച്ചൊന്നും പറയത്തൊന്നുമില്ല. पवित्र आत्मा में मुझे भी आगे बढ़ना है, लेकिन आप जो मेरे सामने बैठे हो आपकी भी इच्छा वैसी ही हो तो ही वो क्रिया आगे हो सकता है. അവിടെ 20-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചും കൊണ്ടിരിക്കുക. വല്ലാത്ത കൊടുങ്കാറ്റ്. ആ കൊടുങ്കാറ്റിന്റെ പേരാണ് വല്ലാത്ത കൊടുങ്കാറ്റ്. बड़ी आंधी चलती रही. ഇനി 14-ാം വാക്യം കഴിഞ്ഞിട്ട് 27-ന്റെ 14-ാം വാക്യം ഒന്ന് വായിക്കാമോ? उसका 14वां वचन, परंतु थोड़ी देर में जमीन की ओर से एक बड़ी आंधी उठी. കുറെ കഴിഞ്ഞിട്ട് അതിന് വിരോധമായി ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് അടിച്ചു. 13-ാമത്തെ വാക്യം കൂടെ വായിക്കാമോ? 13वां वचन भी, തെക്കൻ കാറ്റ് മന്ദമായി ഊതുകയാൽ തെക്കൻ കാറ്റ് മന്ദമായി ഊതുകയാൽ താല്പര്യം സാധിച്ചു എന്ന് തോന്നി. താല്പര്യങ്ങളൊക്കെ സാധിച്ചു. ഇറങ്ങി തിരിച്ചപ്പോൾ കാര്യങ്ങളൊക്കെ ഒന്ന് സ്മൂത്തായിട്ടൊക്കെ ഒന്ന് ഓടുന്നുണ്ട്. കാറ്റൊക്കെ നല്ല നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലൊക്കെ പോകുന്നുണ്ട്. ഡെസ്റ്റിനേഷൻ ക്ലിയർ ആണ്. വഴിയിൽ മലകളൊന്നുമില്ല, കുന്നുകളൊന്നുമില്ല, നിരപ്പായ പാത, ഈസി ഗോയിങ് ആയിട്ട് പോകുന്നുണ്ട്, സ്മൂത്തായിട്ടൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാധിച്ചു പോയി എന്ന് വിചാരിക്കുന്ന സമയത്ത് അവർ അവിടെ നിന്ന് നങ്കൂരം എടുത്തു ക്രേത്ത ദ്വീപിന്റെ മറപറ്റി ഓടി. സാധിച്ചു പോയി ചില വിഷയങ്ങൾ എന്ന് വിചാരിച്ചാണ് നമ്മൾ ഡിസിഷൻ എടുക്കുന്നത്. 13वां वचन, जब कुछ कुछ दक्षिण हवा बहने लगी तो यह समझकर कि हमारा अभिप्राय पूरा हो गया, लंगर उठाया और किनारे धरे हुए क्रेते के पास से जाने लगे. അപ്പം നമ്മളും പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കുന്ന ഏതിനെ ബേസ് ചെയ്താ ഒന്ന് പറഞ്ഞു. നമ്മളെ പഴയ എക്സ്പീരിയൻസ്, ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്നൊക്കെ വിജയിച്ചാണ് ഈ രണ്ട്, ഒന്ന് പ്രീവിയസ് എക്സ്പീരിയൻസ്, ഒന്ന് കറണ്ട് സിറ്റുവേഷൻ. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ടാണ് ഫ്യൂച്ചറിലേക്കുള്ള ഡിസിഷൻ നമ്മൾ എടുക്കുന്നത്. हम हमारे ज़िंदगी के कोई भी निर्णय हम लेने से पहले हम अभी का हमारा जो करंट सिचुएशन है वो और पिछले दिनों का, पिछले सालों का हमारा अनुभव के बेस पे, उसके आधार पर हमारे निर्णय बनते हैं. പക്ഷെ ഒരു ക്രിസ്തു ഭക്തനെ അനുഭവിച്ച് അവന് പ്രീവിയസും അല്ല കറണ്ടും അല്ല, അവൻ ദൈവഹിതമാണ് അന്വേഷിക്കുന്നത്, മുകളിലേക്ക് നോക്കും. एक मसीही व्यक्ति के निर्णय लेने का सारा आधार जो है वो है यीशु के हिसाब से, परमेश्वर की इच्छा के अनुसार. എല്ലാ യൗവനക്കാരെ എന്നെ ഒന്ന് ശ്രദ്ധിച്ചോണേ. നിങ്ങളുടെ എക്സ്പീരിയൻസ് ബേസ്ഡ് ആയിട്ടുള്ള പാസ്റ്റ് എക്സ്പീരിയൻസും കറണ്ട് സിറ്റുവേഷനും കറണ്ട് അഫയേഴ്സും നോക്കിയിട്ടല്ല നീ തീരുമാനം എടുക്കുന്നത്, നീ മുകളിലേക്ക് നോക്കിയിട്ട് വേണം തീരുമാനം എടുക്കാൻ. सारे युवकों और युवतियों को मैं यही कहता हूँ कि आपके जिंदगी के सारे निर्णयों को आप लोगे तब ऊपर देखकर, परमेश्वर की ओर ताक कर, उनसे पूछ कर ही आप एक एक निर्णय अपने लाइफ में लीजिएगा. നിന്റെ ലൈഫ് പാർട്ട്ണറെ തെരഞ്ഞെടുക്കേണ്ടത് സ്വർഗത്തോട് ചോദിച്ചിട്ട് വേണം തെരഞ്ഞെടുക്കാൻ. अपने लाइफ पार्टनर के भी निर्णय आप लेते हो तो स्वर्ग में देखकर, उनसे पूछ कर ही आप निर्णय നിന്റെ लीजिएगा. കൂട്ടുകാരായിക്കോട്ടെ, ജോലി ആയിക്കോട്ടെ, ജോലി സ്ഥലമായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, ഒരു നേരം അരമണിക്കൂർ കുറച്ച് നാള് നീ മുട്ടുമേലിരുന്ന് സ്വർഗത്തിലേക്ക് നോക്കിയിട്ടാണോ തീരുമാനങ്ങൾ എടുക്കുന്നത്, ബന്ധങ്ങൾ പുതുക്കുന്നത്?
आपके नौकरी का विषय हो या फिर आपके नए दोस्तों को चुनने का विषय हो, कुछ भी हो, कोई भी रिश्ते को अपनाने के पहले क्या आप स्वर्ग के सामने घुटने टेक कर पूछ कर करते हो या नहीं? അതോ എല്ലാ സാധ്യതകളും ഒരുക്കി കിട്ടുമ്പോൾ അങ്ങ് എടുത്ത് അങ്ങ് ചാടുവാണെങ്കിൽ അബദ്ധത്തിലേ ചെന്ന് വിടത്തുള്ളൂ. या फिर सारी परिस्थितियां अच्छी तरह बनकर आए तो बस एक निर्णय ले लिया, ऐसा कर कर आप निर्णय लोगे तो आप गिर ഇവിടെ पड़ोगे. സാധിച്ചു എന്നവർക്ക് തോന്നിയത് കൊണ്ടാ അവിടുന്ന് നങ്കൂരം മാറ്റി മുമ്പോട്ട് പോകാൻ തീരുമാനമെടുത്തത്. उनको ऐसा लगा कि सब कुछ अच्छी तरह हो रहा है, उनकी इच्छा अनुसार बन रहा है, तब उन्होंने आगे बढ़ने की निर्णय ली. ഇത് ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു പ്രയാസവുമില്ല, ഒന്നും കുഴപ്പമില്ല. ഇനി എന്തിനധികം പ്രാർത്ഥിക്കുന്ന, ഇനി എന്തിനധികം ആരാധിക്കാൻ പോകുന്ന, ഇച്ചിരി താമസിച്ചിട്ടൊക്കെ പോയാൽ മതി, വലിയ അതിന് ഗൗരവം കൊടുക്കണ്ട, ഒത്താലൊത്തു ഒത്താ പോകാം എന്ന രീതിയിൽ നമ്മളങ്ങ് ലൈഫ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത ജീവിതത്തിൽ ഒരു പ്രശ്നം വരുന്നത്. हमारे लाइफ में सब कुछ शांत तौर से चल रहा होगा, सब कुछ तो ठीक हो गया, फिर मैं क्यों जल्दी उठकर आराधना में जाऊँ या फिर मैं थोड़ी देर से जाऊँ तो भी चलेगा, अगर हुआ तो मैं जाऊँगा, अगर नहीं हो पा रहा तो नहीं जाऊँगा. बस ऐसा सोचकर अगर हम जिंदगी को आगे बढ़ाए तो നമ്മുടെ അകത്തുനിന്ന് വിട്ടുപോയവൻ അവൻ നമ്മളെക്കുറിച്ചുള്ള ചിന്ത വിട്ടുപോയിട്ടില്ല കേട്ടോ. हमारे अंदर से जो व्यक्ति को हमने भगाया है वो ऐसा नहीं सोच रहा है. അവൻ രാവും രാത്രിയും ഇങ്ങനെ കിടഞ്ഞ് പരിശ്രമിക്കുക. അവന്റെ ചിന്തയിൽ എന്റെയും നിങ്ങളുടെയും പേര് അവന്റെ മനസ്സിൽ കിടപ്പുണ്ട്. वो दिन और रात वो यही सोच रहा है कि किस तरह वो वापस अपने हमारे हृदयों में आ सके. എങ്ങനെ തിരിച്ചു വരണം, ഏത് വഴി തിരിച്ചു വരണം, ആരെ സ്വാധീനിച്ചാൽ നിന്റെ ജീവിതത്തിനകത്ത് കിടക്കാമെന്ന് അവൻ നോക്കിക്കൊണ്ടിരിക്കുക. वो ऐसा ही सोच रहा है कि किस तरह आपकी जिंदगी में वो लौट आए, किसे इस्तेमाल करके वो लौट आए, वो भी ये सोच रहा है. എന്റെയും നിങ്ങളുടെയും പേര് അവന്റെ ഓർമ്മ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളഞ്ഞിട്ടില്ല. അവൻ പുസ്തകം തുടങ്ങും, ആദ്യത്തെ പേജ് അവൻ നമ്മുടെ പേരിലാണ് കാണുന്നത്. उस हमारा और मेरा और आपका नाम उसके जो पुस्तक है उसमें पहला लिखा होगा शायद. അതുകൊണ്ട് ആ പിശാച് പോയിട്ട് തിരിച്ചു വന്ന് നോക്കി ഒഴിഞ്ഞിരിക്കുന്ന കണ്ടു. ഇനി അവൻ 7 എണ്ണത്തിനെയും കൊണ്ട് അതിനകത്തിരുന്നു. इसलिए वो शैतान गया था, लौट के आया तो उसने ये देखा कि ये घर हृदय सूना पड़ा है, तो वो 7 आत्माओं को फिर से लेकर आए. അവിടെ സാധിച്ചു പോയെന്ന് തോന്നി അവർ നങ്കൂരം എടുത്ത് അടുത്ത ഡയറക്ഷനിലേക്ക് പോയി. उन्होंने ये सोचा कि सब कुछ ठीक हो गया है और उन्होंने अपना लंगर उठाया और आगे बढ़े. ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് ആലോചന പറയുന്നത് ഒരു വാക്ക് ഞങ്ങളോട് പറയാം: ധൃതിയിൽ തീരുമാനമെടുക്കരുത്. पहली बात जो पवित्र आत्मा मुझे आपको कहने याद दिला रही कि जल्द में कोई डिसीजंस ना എൻ്റെ ले. ജീവിതത്തിൽ ഒത്തിരി എനിക്കങ്ങനെ പ്രയാസങ്ങൾ വന്നിട്ടുണ്ട്. ധൃതിയിൽ തീരുമാനമെടുക്കുക. നമ്മളെ ഏറ്റവും വേണ്ടപ്പെട്ടവരായിരിക്കും. പെട്ടെന്ന് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ആ ഇൻഫ്ലുവൻസിൽ ആ ഇതിൽ നമ്മൾ ഇമോഷണലി നമ്മളങ്ങ് എടുക്കും ആ കാര്യത്തിൽ. അത് നമ്മൾ വിവേചിക്കാതെ കാര്യം ചെയ്യുന്നത്, പ്രാർത്ഥിക്കാതെ ദൈവത്തോട് ആലോചന ചോദിക്കാതെ നമ്മൾ ആ പെട്ടെന്ന് ആ തിക്ക് ഫ്രണ്ട്സിൻ്റെ ആ ഒരു തിക്നെസ്സിൽ നമ്മൾ ആ ഇൻഫ്ലുവൻസിൽ നമ്മൾ ചെയ്യുന്നത് പലതും പിന്നത്തേതിൽ അയ്യോ വേണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകുന്നത്. मेरी जिंदगी में भी कई बार मैंने ऐसे जल्दबाजी में निर्णय लिए हैं और जिसकी वजह से मैं बाद में पछताने की अनुभव हुआ है. ഇത് തോട്ടത്തിനകത്ത് വേല ചെയ്യാനും തോട്ടം കാക്കുവാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. हमें परमेश्वर ने बुलाया है, हम इस बगीचे को उसकी रखवाली करें. അതിൻ്റെ ഫലം തിന്നാനും കർത്താവ് നമുക്ക് അവകാശം തന്നിട്ടുണ്ട്. और उसका जो फल है वो खाने का भी परमेश्वर ने हमें अधिकार दिया है. ഫലം എന്താ? അനുഭവിക്കാനാ അല്ലേ? നമ്മൾ ഈ ഫലം കഴിക്കും ജീവൻ കിട്ടാൻ വേണ്ടിയില്ലേ നമ്മൾ കഴിക്കുന്നത്. ഫലം തിന്ന് നമ്മൾ രുചിക്കാൻ, നമ്മുടെ നാവിനും അസ്ഥികൾക്കും ബ്ലഡ് വെസലുകൾക്കും പുഷ്ടി ഉണ്ടാകാനും ആരോഗ്യമുണ്ടാകാനും വളരാനാ നമ്മൾ ഫലം കഴിക്കുന്നത് അല്ലേ? ഫലം കഴിക്കുന്ന എന്തിനാ? നമ്മൾ വളരാനാ. हम उसका फल क्यों खाते हैं? ताकि हमारे जिंदगी, हमारे शरीर में उसका एनर्जी है, उसकी जो कुछ भी न्यूट्रिएंट्स है वो मिल पाए. പക്ഷേ അവ്വ അമ്മച്ചി എന്ത് ചെയ്തു? ഇത് ദൃശ്യമാധ്യമങ്ങളിൽ കൊടുത്തു. നമ്മൾ ഇന്നത്തെ വേറെ മീഡിയാസിൽ, ഇൻസ്റ്റഗ്രാമിൽ ഒക്കെ അങ്ങ് പോസ്റ്റ് ചെയ്തു. എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിൽ കിട്ടിയ നന്മകളൊക്കെ എന്ത് ചെയ്തു? കിട്ടിയ കഴിവുകളും കിട്ടിയ ടാലൻറ്റുകളും എല്ലാം എവിടെ നമ്മളിപ്പോൾ വിനിയോഗിക്കുന്നത്? ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും എല്ലാവർക്കും കാണുന്ന രീതിയിൽ അതല്ലയോ? ഇത് കാണാൻ ഭംഗിയുള്ളതും അങ്ങനെയല്ലയോ വാക്യം എഴുതിയേക്കുന്നത്? അതോ വേറെ രീതിയിൽ ഞാൻ പറയുന്ന വല്ലതും തെറ്റുണ്ടെങ്കിൽ എന്നോട് പറയണം, പറഞ്ഞു മനസ്സിലാക്കണം. അത് കാണാൻ ഭംഗിയുള്ള ദൃശ്യമാധ്യമങ്ങൾ ഇന്ന് മീഡിയ റെപ്രസെൻറ്റേറ്റീവ് അല്ലെങ്കിൽ മീഡിയ ഇംപ്രഷൻ അല്ലെങ്കിൽ മീഡിയ ഇൻഫ്ലിക്ഷൻ
നമ്മളെ ഒത്തിരി ബാധിക്കുന്നുണ്ട്. നമുക്ക് ദൃശ്യമാണ് उस बगीचे में जब हमारी हवा जो हमारी दादी माँ थी, उन्होंने क्या किया कि उनको जो कुछ भी परमेश्वर से कमेंट्स मिले थे वो सब कुछ उसने मीडिया में पब्लिश कर दिया. आजकल के ज़माने में हम यही देखते हैं, कुछ भी हो तो हम सबसे पहले हमारे टैलेंट को इस्तेमाल करते हैं इंस्टाग्राम में, फेसबुक में या फिर यूट्यूब में. അവിടെ 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അടുത്ത വാക്യത്തിലേക്ക് നീങ്ങട്ടെ, കുറെ കഴിഞ്ഞിട്ട് ആ സമയം പറയുന്നില്ല, അത് നമ്മൾ തന്നെ തീരുമാനിക്കുക. കുറെ കഴിഞ്ഞിട്ട് उसके 14वें वचन में परंतु थोड़ी देर में. കുറെ കഴിഞ്ഞ് ചിലപ്പോൾ ഒരു 6 മാസമായിരിക്കാം, 1 കിലോമീറ്റർ ആയിരിക്കാം, 10 കിലോമീറ്റർ ആയിരിക്കാം, എന്തെങ്കിലും ആയിക്കോട്ടെ. കുറെ കഴിഞ്ഞിട്ട് ഒരു കൊടുങ്കാറ്റടിച്ച്, ആ കാറ്റിന്റെ പേരെന്തോ എഴുതിയേക്കുന്നത് ഒന്ന് വായിക്കാമോ? കുറെ കഴിഞ്ഞിട്ട് അതിന് വിരോധമായി ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റടിച്ചു. പ്രതീക്ഷിച്ചില്ല, കൂടെ നിന്ന് പെട്ടെന്ന് മലക്കം പായിഞ്ഞ് വിരോധമായിട്ട് വന്നു. എന്ത് നമ്മൾ തെരഞ്ഞെടുത്തോ അത് നമുക്ക് വിരോധമായിട്ട് വന്നു. परंतु थोड़ी देर में जमीन की ओर से एक बड़ी आंधी उठी और हमने जो सोचा नहीं था उस समय हमारे खिलाफ एक आंधी उठने लगी. ആ കൊടുങ്കാറ്റിന്റെ പേരാണ് ഈശാനമൂലൻ. एक बड़ी आंधी उठी. രണ്ടാമത്തെ നമ്മൾ കഴിച്ചു വല്ലാത്ത കൊടുങ്കാറ്റ്. ഈശാനമൂലനും വല്ലാത്ത കൊടുങ്കാറ്റും. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞ കപ്പലിനെ ഉടച്ചു കളയും. ഒന്ന് ഈശാനമൂലം അടിക്കുമ്പോൾ കപ്പലിനെ ഓടിക്കും. വല്ലാത്ത കൊടുങ്കാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ ഒടുക്കിക്കളയും, പ്രാണനെ അവിടെ തന്നെ മുക്കിക്കളയും. ये तूफान ये इतनी बड़ी थी कि वो जहाज को भी वो तोड़ने की क्षमता थी उसमें, और उसी तरह हमारे उन व्यक्तियों को भी वो खत्म करने के इसमें था. ഇന്ന് പകൽ നമ്മൾ ഇത് തിരിച്ചറിഞ്ഞ് ആത്മാവിൽ എരിവുള്ളവരായി ഉണർന്നിട്ട് വേണം ഇതിനെ പോരാടി ജയിച്ചിട്ട് വേണം ഇവിടുന്ന് മടങ്ങിപ്പോകാൻ. आज सुबह हम यहाँ से लौटने से पहले ये आत्मा में इसकी अर्थों को समझकर या उसकी सामर्थ्य को हासिल कर ഈ ഈശാനമൂലൻ അടിക്കുമ്പോഴും വല്ലാത്ത കൊടുങ്കാറ്റ് അടിക്കുമ്പോഴും രാത്രി ഏതാ പകലേതാന്നറിയാതെ നിൽക്കുമ്പോഴും നട്ടം തിഴിയുമ്പോഴും ഇതിനകത്ത് ആത്മാവ് നിറവ് പ്രാപിച്ച ഒരു അപ്പോസ്തലന്റെ പേര് പൗലോസ്. പൗലോസിനറിയാം, ഹല്ലേലൂയ, വല്ലാത്ത കൊടുങ്കാറ്റടിച്ചാലും ഈശാനമൂലൻ അടിച്ചാലും അകത്ത് നിറവുള്ളവൻ, ഒഴിഞ്ഞിരിക്കാത്തവൻ, എപ്പോഴും സ്തുതിയും സ്തോത്രവും ആരാധനയും പാട്ടും പ്രാർത്ഥനയുമായി ആത്മാവിൽ എരിവുള്ളവൻ, ഉണർന്നിരിക്കുന്നവൻ, എരിവ് കയറുന്നവന് പറയും, ഹല്ലേലൂയ, ഈ കൊടുങ്കാറ്റ് എനിക്കൊരു വിഷയമല്ല. आमीन. ये कितनी भी बड़ी तूफान क्यों ना आए, लेकिन उस जहाज में ऐसा एक व्यक्ति था जो आत्मा से भरपूर, वो कभी अपने हृदय को सूना रखे बगैर आत्मा में हमेशा परमेश्वर से बात करने वाला व्यक्ति को पता था कि ये तूफान किसी भी तरह बड़ा या छोटा किसी भी अवस्था में आए, मुझे वो खत्म नहीं कर सकता. പുറത്ത് അലങ്കാര മോടികളെല്ലാം ഉടഞ്ഞുപോയി. കപ്പലിന്റെ അലങ്കാര മോടികൾ ഇറങ്ങിയപ്പോൾ ക്യാപ്റ്റന് മാലയൊക്കെ ഇട്ട്, അല്ലെങ്കിൽ നമ്മൾ ഈ നാട്ടിൽ ഇന്ത്യയിലൊക്കെ വലിയ വലിയ ഷിപ്പൊക്കെ പണിതിട്ട് വിടുമ്പോൾ പൂജയൊക്കെ ചെയ്തിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് മാലയൊക്കെ ഇട്ട് ഊത്തൊക്കെ ഊതി നമ്മൾ വിടും അല്ലേ. അപ്പം ആ കപ്പലിനെയൊക്കെ അലങ്കരിച്ച് കണ്ട അജാന ഭാവമായിട്ടുള്ള കപ്പൽ എല്ലാം ഉണ്ട്. അതിനകത്ത് സോനയുണ്ട്, ജാക്യൂസി ഉണ്ട്, ജിംനേഷ്യം ഉണ്ട്, ഹല്ലേലൂയ, പാർട്ടി മീറ്റ് റൂമുണ്ട്, ഹല്ലേലൂയ, ലഞ്ച് റൂമുണ്ട്, പ്രൈവറ്റ് റൂമുണ്ട്, ലക്ഷറിയസ് റൂമുണ്ട്. ഇന്ന് മെക്സിക്കോയിലും ക്യൂബയിലും ഒക്കെ പോകാൻ കപ്പൽ വഴി മാർഗം ഇഷ്ടംപോലെ ഏജന്റുമാർ പറയുന്നെങ്കിൽ ലക്ഷറിയസ് കപ്പൽ എല്ലാം ഉണ്ട്. സെർവ് ചെയ്യാൻ മെയ്ഡ്സ് ഉണ്ട്, കറക്റ്റ് സമയത്ത് വിളിച്ചുണർത്താൻ ആൾക്കാരുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാ അലങ്കാരങ്ങളും ഉണ്ട്, എല്ലാ മോടികളുമുണ്ട്. എല്ലാം കറക്റ്റ് സമയത്ത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് 8 മണി ആകുമ്പോഴേ ബെല്ലടിക്കും, ആൾ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുതരും, ലഞ്ച് ആകുമ്പോൾ കൊണ്ടുതരും, എല്ലാം കറക്റ്റ് പുട്ടിൻ ഓർഡറാ. പക്ഷേ അകത്തൊഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് പിശാച് ഈശാനമൂലൻ അടിച്ചപ്പോൾ, വല്ലാത്ത കൊടുങ്കാറ്റടിച്ചപ്പോൾ, ഹല്ലേലൂയ, ഇതിൻ്റെ അലങ്കാരങ്ങളെല്ലാം അങ്ങ് പൊളിഞ്ഞുപോയി. ये जहाज बाहरी तौर से देखे तो वो बहुत ही सजाया हुआ था. उसके ऊपर बहुत अलंकृत वस्तुओं से उसे सजाया गया था, और वो उसके अंदर भी बहुत सारे सर्विसेज अवेलेबल थे, जैसे सोना, जिम्नेशियम और वगैरह वगैरह, जो कुछ भी हम आज के ज़माने में सोच सकते हैं वो सब कार्यों में उसके अंदर सब फैसिलिटीज़ था. लेकिन ये सब कुछ होने के बावजूद जब बड़ी आंधी उसके खिलाफ आए तो जहाज के बाहरी तौर से वो उसको तोड़ने लगी. പ്രൈസ് ഗോഡ്. ബ്ലെസ്സു തിരിച്ചു വന്നിട്ടുണ്ട്, അതിനായിട്ടും ദൈവത്തിന് സ്തോത്രം. ബാക്കിലിരിക്കുന്നവരൊന്ന് ഉണരാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ബ്ലെസ്സു ഇന്നലെ കറക്റ്റ് സമയത്ത് വരേണ്ടതായിരുന്നു, ഫ്ലൈറ്റ് ക്യാൻസലായി. വിചാരിക്കാത്ത സമയത്ത് അല്ലേ, പെട്ടെന്നായിരുന്നു ഫ്ലൈറ്റ് ക്യാൻസലായി. പ്രൈസ് ലോർഡ്. അടുത്ത ഫ്ലൈറ്റ് കയറി വന്നു. ഇവിടെ അടുത്ത ഫ്ലൈറ്റ് ഉണ്ട്, നമുക്ക് ചാർട്ട് ചെയ്ത് കയറി വരാം. പക്ഷെ ജീവിതത്തിൻ്റെ നങ്കൂരം പൊളിഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ അടുത്ത കപ്പൽ കിട്ടുമെന്ന് വിചാരിക്കരുത്. അത് റിപ്പയറബിൾ അല്ല.
അലങ്കാരവും മോടിയും ഹല്ലേലൂയ ഇതൊക്കെ പിടിപ്പിക്കുന്നത് ഒരു നിമിഷത്തേക്കേ ഉള്ളൂ. ഈശാന മൂലടിക്കുമ്പോൾ, വല്ലാത്ത കാറ്റടിക്കുമ്പോൾ അത് പാളി പറഞ്ഞു പോകും, പൊളിഞ്ഞു പോകും. പ്രൈസ് ദി ലോർഡ്. हम बाहरी तौर से कितना भी अपने आप को सजाए, अगर ज़िंदगी का एक भी समय अगर हमारे हाथ से फिसल गया, अगर उसका जो लंगर है वो टूट गया, तो हम कहीं के भी नहीं रहेंगे. हमारी ज़िंदगी कोई भी अवस्था किसी को भी दिखाने लायक नहीं रहेगी. ഇന്ന് പകൽ നമ്മുടെ തീരുമാനം എടുക്കുന്നത് ഞാൻ മുമ്പ് പറഞ്ഞോളൂ, ഇനി ബാക്ക് ടു ദാറ്റ് മെസ്സേജ്. നമ്മുടെ ലൈഫ് പാർട്ട്ണറെ തിരഞ്ഞെടുത്താലും നല്ല ഫ്രണ്ട്സിനെ തിരഞ്ഞെടുത്താലും നമ്മൾ യൗവനക്കാരെ കൂടുതലിരിക്കുന്നത് നമ്മൾ എന്ത് അലങ്കാരം കണ്ടിട്ട്, മോടിയൊക്കെ കണ്ടിട്ട്, ക്വാളിഫിക്കേഷനൊക്കെ അതൊക്കെ നോക്കണം കേട്ടോ. ഇതൊക്കെ ആവശ്യമാണ്. ചുമ്മാ ഏതെങ്കിലും കയറി എല്ലാത്തിനും കയറി യെസ് മൂളരുത്. നിങ്ങളായാലും കേട്ടോ, ഇങ്ങനെ ഒരുങ്ങിയൊക്കെ വരും, അതിലല്ല കാര്യം. അതൊക്കെ നോക്കണം, അതൊക്കെ രണ്ടാമത്തെ കാറ്റഗറിയിൽ. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അകത്ത് വല്ലതും ഉണ്ടോ എന്ന് നോക്കിക്കോണം. मैं हमारे सारे युवजनों को यही कह रहा हूँ कि अपने लाइफ पार्टनर्स के लिए जब आप निर्णय लोगे, जब देखोगे, तभी बाहरी तौर से ना देखें, लेकिन अंदर हृदय में कुछ है या नहीं उसे परखना बहुत ही ज़रूरी है. ഞാൻ ചോദിച്ചോട്ടെ, ഈ അശുദ്ധാത്മാവ് തിരിച്ചു വന്നപ്പോൾ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ എന്തുവാ? അവൻ തന്നെ പറഞ്ഞത്, നമ്മൾ ആരെങ്കിലും പറഞ്ഞിട്ടാണോ? ये जब अशुद्ध आत्मा लौट के आई तभी उसने खुद कहा, हमने नहीं कहा. അശുദ്ധാത്മാവിന്റെ സ്റ്റേറ്റ്മെന്റ് അല്ലേ അവിടെ പറഞ്ഞേക്കുന്നു. ഒന്ന്, അത് ഒഴിഞ്ഞിരിക്കുന്നു. पहला ये कि वो सूना था. രണ്ട്, അത് അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. दूसरा ये कि उसे सजाया गया था. മൂന്ന്, അത് അടിച്ചു വാരി, അത് ഇംഗ്ലീഷ് പറഞ്ഞേക്കുന്നത് പുട്ട് ഇൻ ഓർഡർ. എല്ലാം ക്രമാതീതമായിട്ടാണ് നടക്കുന്നത്. ക്രമത്തിൽ, ഓർഡറിൽ എല്ലാം അടുക്കി വെച്ചേക്കുക. और उसे साफ सफाई करके उसे अच्छी तरह सबको अपनी अपनी जगह पर रखे. അത് അശുദ്ധാത്മാവിന്റെ സ്റ്റേറ്റ്മെന്റാ. वो अशुद्ध आत्मा ने जो कहा वो हम क्या बता रहे हैं. ഷാരോൻ ഒന്ന് നോക്കണേ. ഷാരോനെ തട്ടി ഒന്ന് ഉണർത്തിയേ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുവാന്ന് എനിക്കറിയാം. നമുക്ക് അതിനുള്ള സമയം വേർതിരിക്കാം. ആത്മാവിൽ പ്രാർത്ഥിക്കുക. അത് നമുക്ക് അതിനുള്ള സമയം വേർതിരിക്കാം കേട്ടോ. പ്രസംഗം ഒന്ന് കഴിയട്ടെ. അപ്പം ഇതെല്ലാം ഓർഡറിൽ ഇങ്ങനെ കിടക്കുക. എല്ലാം ഓർഡറിൽ കാര്യം പോകുന്നുണ്ട്. ये सब कुछ ठीक ठाक ही था. അപ്പം പിശാച് ഇത് കണ്ടത് ബാഹ്യമായ കാര്യം അല്ലേ? ഇതൊക്കെ ബാഹ്യം, കാണാൻ പറ്റുന്ന കാര്യമാണ്. और ये शैतान बाहरी तौर से जो कुछ भी देख रहा था वो दुष्टात्मा बता रही है. ഇത് അശുദ്ധാത്മാവ് ആയതുകൊണ്ട് ഒരു കാര്യം കൂടെ കണ്ടു, അകത്ത് കടക്കുന്നത് കണ്ടു. ये दुष्टात्मा होने के कारण वो अंदर जो कुछ भी था वो भी वो बता पाई. രണ്ട് വ്യക്തികൾക്കാണ് അകത്തെ കാണുന്നത്. ഒന്ന് അശുദ്ധാത്മാവിനും പരിശുദ്ധാത്മാവിനും. आमीन. सिर्फ दो व्यक्ति ये हमारी जिंदगी के अंदर ही बातों को वो जान सकता है. एक है दुष्ट आत्मा और दूसरा है पवित्र आत्मा. നമ്മൾ എത്ര വെളിയില നമ്മൾ ഷോ കാണിച്ചാലും ആരാധിച്ചാലും ഇവിടെ കിടന്ന് ഞാൻ തുള്ളിയാലും പിശാച് അവിടെ കടന്നവർ, എടാ നീ തുള്ളിക്കുന്നു, ഇഷ്ടം പോലെ തുള്ളിക്കുന്നു, നിന്നെ എനിക്കറിയാം, അകത്ത് കിടക്കുന്ന എന്തുവാണെന്ന് നമുക്കറിയാം. हम कितना भी कूद के आराधना करे, लेकिन शैतान दूर खड़े होकर यही कहेगा कि तू कितना हो सकता है, तू नाच गा ले, लेकिन तेरी जिंदगी को मैं जानता हूँ. അപ്പം അകത്ത് കിടക്കുന്നത് ആർക്ക് കാണാൻ പറ്റും? രണ്ട് വ്യക്തിക്ക്. ഒന്ന് അശുദ്ധാത്മാവിനും പരിശുദ്ധാത്മാവിനും. हमारे अंदर पड़ी हुई हर एक बातों को जानने वाले दो व्यक्ति हैं, वो है अशुद्ध आत्मा. പരിശുദ്ധാത്മാവ് വന്നാൽ അവൻ സകല സത്യത്തിലും നമ്മൾ എന്ത് ചെയ്യും? വഴി നടത്തും. पवित्र आत्मा जब हमारे जिंदगी में आएगी तो हमें सारे सत्य की ओर लेकर जाएगी. എന്തോ പരിശുദ്ധാത്മാ ഇവിടെ തന്നെ നിന്നുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. पवित्र आत्मा यही मुझे बताने के लिए बार बार दोहरा रहा है. ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് പറയുന്നത് പറയാനാണ് ഞാൻ എന്നെ ഏൽപ്പിച്ചേക്കുന്നത്. ഇത് കഴിയുമ്പോൾ വിൽ ബി ഫ്രണ്ട്സ്, നമ്മൾ കൈയൊക്കെ കൊടുത്ത് തമാശയൊക്കെ പറയാം. പക്ഷേ ഈ വചനവുമായി ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തരുന്ന ദൂതിനോട് നീതി കാണിക്കണം, ഇല്ലെങ്കിൽ ഇതിന് കണക്ക് ഞാൻ ബോധിപ്പിക്കേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. मैं जब यहाँ खड़ा हूँ तो पवित्र आत्मा मुझे जो कुछ भी कह रहे वही मैं कह सकता हूँ, क्योंकि अगर मैं ऐसा ना करूँ तो मैं उन्हें जवाब देने के लायक नहीं रहूँगा. അപ്പം ഞാൻ പറഞ്ഞു വന്നതിന് നമ്മുടെ ഡിസിഷൻ എടുക്കുന്ന കാര്യം, നമ്മൾ പുറമെ നോക്കുമ്പോൾ അലങ്കാരിക്കപ്പെട്ടിരിക്കുന്നു, എല്ലാം മോഡലാണ്. നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര അലങ്കാരങ്ങളാണ്. ഇന്ന് അലങ്കാരങ്ങൾ ഇഷ്ടം പോലുണ്ട്. അലങ്കാരങ്ങൾ നമ്മളെ കണ്ണിന് സൂചിപ്പിക്കുന്ന രീതിയിലുള്ള അലങ്കാരങ്ങൾ. ആ ചെറുക്കനെ കാണുമ്പോൾ സോ ഹാൻസം, യുനോ, ഈസ് സോ എലിക്വന്റ്, ഹി ഈസ് സോ കേപ്പബിൾ, ഹി ഈസ് സോ സ്മാർട്ട്, ഹാൻസം, ഗുഡ് ലുക്കിംഗ് ഗായ്, 5 feet 9 inches. അതുപോലെ നമ്മൾ തിരിച്ച് ഷീ ഈസ് പ്രെറ്റി ഗേൾ, ഗുഡ് എന്നൊക്കെ നമ്മൾ കുറേ അതിൻ്റെ കൂടെ കുറേ വാക്കുകളൊക്കെ നമ്മൾ ചേർക്കും.
ഇതൊക്കെ നമ്മൾ പുറമെ കാണുന്ന പരിപാടികളാണ്. हम बाहरी तौर से बहुत कुछ देखेंगे, एक व्यक्ति को देखकर हम बहुत सारे अपने ही तौर तरीके से उन्हें उनकी तारीफ में हम कहते रहेंगे और बहुत ही आकर्षित हो जाएंगे. അപ്പം നമ്മൾ ഇത് കണ്ടിട്ട് നമ്മൾ കാശില്ലാത്ത അവൻ ലോൺ എടുത്തിട്ട് പോയി മോതിരമൊക്കെ വാങ്ങിച്ചിട്ട് അവരുടെ മുമ്പ് മുട്ടുകൊടുത്തി വിൽ യു മാരി മീ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വലിയ ഇമ്പ്രസീവായിട്ടൊക്കെ കാണിച്ച് ഫോട്ടോ ഇട്ട് ഇൻസ്റ്റാഗ്രാം ഇട്ട് 10 ദിവസം കഴിയുമ്പോൾ 4ാം നില പൊട്ടി താഴെ കിടക്കുന്നത് കാണാം. पैसा नहीं हो तो भी हम लोन लेकर उनके लिए रिंग खरीदेंगे और उनसे पूछेंगे क्या तुम मुझसे शादी करोगे, ऐसा पूछकर शादी भी हो जाएगी और लेकिन 4 दिन के बाद उनकी जिंदगी 5 ദിവസം കഴിയുമ്പോൾ 1 മാസം കഴിയുമ്പോൾ അവൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കുമ്പോൾ അവൻ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന കാര്യം, ഡ്യൂഡ് വാട്ട് വി ഡു യു നോ ഇറ്റ്സ് എ ലൈഫ്, ഇറ്റ്സ് എ ബ്രോക്കൺ, വി ഹാവ് ടു മൂവ് ഓൺ, ഇറ്റ്സ് എ ലൈഫ്, ഇറ്റ്സ് എ ലൈഫ്. ഒരു പാട്ടൊക്കെ അതിൻ്റെ അകത്ത് BGM ഒക്കെ ഇട്ടിട്ട് അടിപൊളി ലൈഫ്. ഇത് നമ്മുടെ ആത്മീയ കോളത്തിലെ കാര്യമാണ് പറയുന്നത് കേട്ടോ. പാടി നടന്നവനും ആടി നടന്നവനും അവൻ്റെ ജീവിതം ഇപ്പം ആട്ടത്തിലാണ്. കുറേ എണ്ണം ഉണ്ട്. ഇപ്പം എനിക്ക് ഒത്തിരി മെസ്സേജുകൾ കിട്ടുന്നുണ്ട്, ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങൾ. എന്തോ ചെയ്യാൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പാടി നടന്നവർ, സ്റ്റേജ് അഴിഞ്ഞാടിയവർ എന്ന് പറഞ്ഞാൽ ആടി നടക്കുക, ജീവിതം ആടുക. അവന് ആ രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്നു. ഇത് കണ്ടിട്ട് പെൺപിള്ളേർ കിടന്ന് ചാടുന്നു. പ്രൈസ് ആൻഡ് വർഷിപ്പ്. कई लोगों को मुझे पता है कि ऐसे लोग भी हैं जो अपनी जिंदगी को इस तरह आकर्षित बनाते हैं और जिस तरह लोग उनकी तरफ आकर्षित होने के बाद और इस आकर्षणों में अपनी जिंदगी को बिताते हैं और कुछ चंद महीनों के बाद उनके इंस्टा में फिर से हम देखते हैं उनकी दुखियारी, उनका जो फेस है, उनका मुख फिर से देखेंगे कि वो जिंदगी सब कुछ समाप्त हो गया, शादी समाप्त हो गया. ऐसा हमारे जिंदगी में ना होने पाए. मैं ये सब कुछ कह रहा हूँ इसलिए आपको मुझ पर गुस्सा है क्या? ഉണ്ടോ? है क्या? പക്ഷെ നമ്മൾ ഞാൻ ഉള്ള കാര്യമല്ലേ പറയുന്നത്, വചനത്തിലൂടെ ഉള്ള കാര്യമാണ് പറയുന്നത്. നമ്മൾ मैं कुछ गलत तो नहीं कह रहा. ഡിസേണിംഗ് സ്പിരിറ്റ് വായിക്കണം, അകത്തിരിക്കണം, കാണണം. ക്വാളിറ്റിയാ വിഷയം, ക്വാണ്ടിറ്റി അല്ല, പുറമേ ഉള്ളതല്ല. ക്വാളിറ്റി, അകത്ത് ആത്മാവിന്റെ അഭിഷേകം പ്രാപിക്കണം. മുദ്ര പ്രാപിച്ചിട്ടുണ്ടോ? ये सब कुछ परखने के लिए हमें विवेक की आवश्यकता है, वो परमेश्वर से हम मांगेंगे आज. അങ്ങനെ ഉള്ളവൻ വിളിച്ചു പറയും, വല്ലാത്ത കൊടുങ്കാറ്റടിച്ചപ്പെടും, ഈശാനമൂലൻ അടിച്ചപ്പെടും. ഹാലലൂയ. ഒരുവൻ അകത്തിരുന്നുകൊണ്ട് വിളിച്ചു പറയാ, നിങ്ങൾ പേടിക്കണ്ട, കഴിഞ്ഞ രാത്രിയിൽ കർത്താവ് എന്നോട് പറഞ്ഞു, കപ്പൽ ഛേദം വന്നാലും നിങ്ങളുടെ ഒരു പ്രാണനും നഷ്ടപ്പെടത്തില്ല. ആത്മനിറവ് പ്രാപിച്ച ഒരുവൻ കപ്പലിനകത്തുണ്ടെങ്കിൽ ഒരുവന്റെ പ്രാണന് പോലും തൊടാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് പകൽ അഭിഷേകമുള്ള ഒരുവൻ ഭവനത്തിനകത്തുണ്ടോ, ഒരു ദേശത്തിലുണ്ടോ, ഒരു കപ്പലിലുണ്ടോ, ഹല്ലേലൂയ, പ്രാണൻ നഷ്ടപ്പെട്ടു പോകാതെ ലക്ഷ്യസ്ഥാനത്തെത്താൻ എന്റെ ദൈവം നിന്നെ സഹായിക്കും. ऐसे सब कुछ होने के बावजूद जिसके अंदर पवित्र आत्मा की सामर्थ है, वो चाहे कैसी भी बड़ी आंधी तूफान उसके जहाज के खिलाफ आए तो भी वो यही कहेगा कि मेरे जिंदगी में कोई हानि नहीं होगी, क्योंकि परमेश्वर की वाणी मेरे जिंदगी में है और मैं कभी निराश नहीं होऊंगा, मेरा जिंदगी कभी खत्म नहीं होगा. ഞാൻ പല കാര്യത്തിലും ഐ എം നോട്ട് എഗ്രി വിത്ത് യു ഓൾ ഗൈസ്, ബട്ട് സ്റ്റിൽ ഐ എം കമ്മിങ് വിത്ത് യു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ എഗ്രി ചെയ്തതുകൊണ്ടല്ല. ഇവിടെ പാടുമ്പോഴും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പലതിലും ഞാൻ എഗ്രീഡ് അല്ല. പക്ഷേ ഹല്ലേലൂയ, നിങ്ങൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ആത്മനിറവ് പ്രാപിച്ചാലുണ്ടല്ലോ, ഹല്ലേലൂയ, വേഷത്തിലല്ല കുഞ്ഞെ, ഹല്ലേലൂയ, എക്സ്പ്ലോഷൻ അല്ല, എക്സ്പ്രസീവിലല്ല, ഇംപ്രഷനിലല്ല, ഹല്ലേലൂയ, നീ നിൽക്കുമ്പോൾ പിശാച് ഓടിപ്പോകും. ആമേൻ, ഹല്ലേലൂയ. रोशादारा मामा साथे राशि के बालिका नहसाई दुलबा बुद्धा रान से मान खरा अस्ते वाती रेसी बाला अष्टा लेन तनास में. പിശാച് നിന്നെ കാണുമ്പോൾ ഓടുന്നെങ്കിൽ നീ മനസ്സിലാക്കിക്കണം, നിന്റെ മേൽ ആത്മനിറവുണ്ട്. कई बातों में मैं मेरे युवजनों के साथ में साथ नहीं देता, लेकिन फिर भी उन विषयों पर मैं प्रार्थना कर रहा हूँ कि क्योंकि पवित्र आत्मा की सामर्थ जब आपके अंदर आएगी तो हर विषयों में आपको विवेक वो देगा और क्या सही है क्या गलत है आपको उसकी वाणी वो सही तौर से सुनाएगा और आपको वो समझने की बुद्धि परमेश्वर आपको देंगे. और इसलिए बाहरी तौर का सजावट में हम परमेश्वर की दृष्टि नहीं है, लेकिन अंदर पवित्र आत्मा की सामर्थ होना बहुत ही जरूरी है. കഴിക്കാൻ ആഹാരമില്ല, ഉടുക്കാൻ വസ്ത്രമില്ല, ഉള്ളതെല്ലാം അങ്ങോട്ട് എടുത്ത് പുറത്ത് കളഞ്ഞു. കപ്പലിലുണ്ടായിരുന്ന എല്ലാ ലക്ഷറീസ് സാധനങ്ങളും പുറത്താക്കി കളഞ്ഞു. ഉണ്ടായിരുന്ന ചരക്കുകളെല്ലാം എടുത്ത് പുറത്താക്കി.
അങ്ങനെ വാക്യം അതിനകത്തുണ്ട്. 27-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ പോന്ന് വായിക്കണം. എല്ലാം എടുത്ത് പുറത്താക്കി. ഒന്ന് വായിച്ചേ, 27-ന്റെ 21 വായിച്ചേ. प्रेरितों के काम उसके 27वां अध्याय उसका 21वें वचन में हम ये पढ़ते कि उन्होंने खाना और उनके सारे जो कुछ भी जहाज में थे वो सब कुछ उन्होंने बाहर फेंका. അവർ വളരെ പട്ടിണി കിടന്ന ശേഷം പൗലോസ് അവരുടെ നടുവിൽ നിന്നുകൊണ്ട് പറഞ്ഞത്, കണ്ടോ, വളരെ പട്ടിണി കിടന്ന ശേഷം കഴിക്കാൻ ഒരു നേരത്തെ ആഹാരമില്ല. രാവാണോ പകലാണോ എന്ന് അറിയത്തില്ല. കുടിക്കാൻ ഇത്തിരി വെള്ളം അതിനകത്തില്ല. जब वे बहुत दिन तक भूखे रह चुके थे, उन्हें खाने के लिए कुछ नहीं, पीने के लिए कुछ नहीं, और दिन है या रात ये तक उन्हें समझ में नहीं आ നല്ലൊരു रहा. മിനറൽ വാട്ടർ ഇല്ല. अच्छा एक मिनरल वाटर भी पीने के लिए नहीं है. നിങ്ങൾക്കറിയാമല്ലോ, കടലിലെ വെള്ളം കുടിച്ചാൽ എത്ര നാൾ ജീവിക്കാൻ പറ്റും? ഉപ്പ് രസമുള്ള ഏതെല്ലാം അഴുക്ക് അതിനകത്ത് കിടക്കുന്നുണ്ട്. आपको पता है कि इस नदी का पानी पीने से कितने दिन हम जिंदा रह सकते हैं. നമ്മൾ ആരോ വാട്ടറൊക്കെ വെച്ച് പിടിപ്പിച്ചതാ. ഫ്രൈസ് ലോർഡ്, പ്യുവർ വാട്ടർ കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പം അതൊന്നും ഇല്ല. പക്ഷേ പട്ടിണി കിടക്കുമ്പോഴും അതിനകത്തു നടുവിൽ എഴുന്നേറ്റ് നിന്നു. लेकिन भूखे जब उन लोग रह रहे थे तभी भी उसके बीच में से एक व्यक्ति खड़ा हुआ. 21 വാക്യം. 21वां वचन पढ़ेंगे. അവർ വളരെ പട്ടിണി കിടന്ന ശേഷം പൗലോസ് അവരുടെ നടുവിൽ നിന്നുകൊണ്ട് പറഞ്ഞത്, പുരുഷന്മാരെ, എന്റെ വാക്കനുസരിച്ച് ക്രേത്തയിൽ നിന്ന് നീക്കാതെയും ഈ കഷ്ടനഷ്ടങ്ങൾ സമ്പാദിക്കാതെയും ഇരിക്കേണ്ടതായിരുന്നു. കണ്ടോ, അവരുടെ നടുവിൽ നിന്നോട്ട് लोगों चाहिए था कि तुम मेरी बात मानकर क्रेते से न जहाज खोलते और न यह विपत्ति आती और न हानि उठाते. പോട്ടെ, അവൻ ധൈര്യത്തോടെ അതിന്റെ നടുവിൽ നിന്നിട്ട് പറയാ, അന്ന് പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ ഇത് വല്ലതും വരുമായിരുന്നു. धैर्य से वो खड़ा होकर उसने यही कहा कि मैंने जो कुछ भी कहा था आपने अगर वो सुना होता तो. നിറയേണ്ട സമയത്ത് നിറഞ്ഞായിരുന്നെങ്കിൽ, ആരാധിക്കേണ്ട സമയത്ത് ആരാധിച്ച് ആത്മനിറവോടെ പോയായിരുന്നെങ്കിൽ, അകത്ത് നിറവ് പ്രാപിച്ചിട്ട് മുമ്പോട്ട് പോയെങ്കിൽ ഈ പ്രശ്നം വല്ലതും വരുമായിരുന്നോ? പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ആത്മനിറവ് പ്രാപിക്കേണ്ട ഇതിനെല്ലാം ഒരു സമയമുണ്ട് കേട്ടോ. जब अवसर मिले तब आराधना और स्तुति और परमेश्वर की स्तुति की होती तो फिर सबके लिए अपना अपना समय है. उस समय पर नहीं किया എല്ലാത്തിനും ഒരു സമയമുണ്ട്. അതുകൊണ്ട് ഞാൻ മുമ്പേ പറഞ്ഞ്, നമ്മൾ ഓർഡറിലാക്കുമ്പോൾ കുറെ അടിച്ചു വാരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊന്നും വീട്ടിൽ ഇമ്പോർട്ടൻസ് അല്ല, ഇതൊക്കെ എടുത്ത് മാറ്റണം. കറങ്ങാൻ പോകുന്നതും അതൊക്കെ നല്ലതാ. അത് അങ്ങോട്ട് ഓടാൻ പോകുന്നു, ഇങ്ങോട്ട് ചാടാൻ പോകുന്നതും ഒക്കെ നല്ലതാ. പക്ഷെ ഇതൊക്കെ സമയമുണ്ട്. പക്ഷേ അതൊക്കെ രണ്ടാമത് മൂന്നാമത് അഞ്ചാമതൊക്കെ വരേണ്ടതാ. നീ അടിച്ചു വാരുമ്പോഴേ അറിയത്തുള്ളൂ ഏതാ ഫസ്റ്റ് വരേണ്ടത്, ഏതാ സെക്കൻഡ് വേണ്ടത്, ഏതാ അലങ്കരിക്കേണ്ടത്. ഇതൊക്കെ നമുക്ക് അടിച്ചു വാരുമ്പോഴേ ഒന്ന് എക്സാമിൻ ചെയ്യേ. ധൃതി പിടിച്ചിങ്ങനെ ഓടാൻ നടക്കാതെ ഇച്ചിരി നേരം പ്രാർത്ഥിക്കാനും ആരാധിക്കാനും സമയം കണ്ടെത്തിയേ. पहले जैसे हमने कहा कि वो उस घर को उसने साफ सफाई करके रखा था, और सब कुछ हम जब ठीक से रखते तभी हमें पता चलता है कि क्या हमारे ज़िंदगी से निकाल के फेंकने. और उसी तरह हम जब उसे सब सही तौर से सही जगह पर रखेंगे तब हमें पता चलेगा कि जो कुछ भी घूमना फिरना, इधर जाना उधर जाना, वो सब अनइम्पॉर्टेंट है. उसमें ज़्यादा मूल्य नहीं है. मूल्य ये है कि परमेश्वर की उपस्थिति में आना, उनके सामने आराधना और स्तुति करना, घुटने टेकना. इसे सब हम पहला जो मूल्य है, फर्स्ट प्रेफरेंस देकर आगे बढ़ेंगे तो हम कभी पछताएंगे नहीं. ആ വാക്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഇനി വായിച്ചോണം. ഇനി ഒരു 5 മിനിറ്റ് 6 മിനിറ്റിനകത്ത് ഞാൻ ഈ മെസ്സേജ് ഒതുക്കിയിട്ട് നമ്മൾ പാടി ആരാധിക്കാൻ പോകും കേട്ടോ. നമ്മൾ അധികം മെസ്സേജ് നമ്മൾ ബൈബിൾ സ്റ്റഡി എടുക്കുന്നില്ല. ഇന്ന് ഈ മെസ്സേജിൽ ഇന്ന് ഉറച്ചിട്ട് വേണം പോകാൻ. ഒറ്റ കാര്യം, ഇത്രയും ദൂരം വന്നു നടുവിൽ വന്നതുകൊണ്ട് പറയുക, അന്ന് ഞാൻ പറഞ്ഞതല്ലയോ, പുറപ്പെടാതിരുന്നെങ്കിൽ ഈ നഷ്ടമൊന്നും വരാതെ നമുക്ക് കറക്റ്റ് സമയത്ത് ദൈവം അനുവദിക്കുന്ന സമയത്ത് ഇറങ്ങിയാൽ മതിയായിരുന്നു. സാഹചര്യം നോക്കി എല്ലാം ഒത്തുനിന്ന് വന്നപ്പോൾ ഇറങ്ങിയതുകൊണ്ടല്ലേ ഈ പ്രശ്നം. ഞാൻ അന്ന് പറഞ്ഞതാ, കേട്ടില്ല. ഇനിയും എൻ്റെ ചോദ്യം, ഇനി തിരിച്ചു പോകാൻ പറ്റുമോ? മുമ്പോട്ട് പോകാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ദിശ അറിയത്തില്ല എന്ന് പറയുന്നത് പണ്ടത്തെ ഒരു പ്രോവേർബ്സ് നമുക്ക് പെട്ടെന്ന്, ചെകുത്താൻ്റെയും കടലിൻ്റെ നടുക്ക് വെട്ടുപോലായിപ്പോയി. തുടങ്ങിയപ്പോൾ ദൈവഹിതവാ, സ്തോത്രമാ, ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞു നമ്മൾ കാര്യങ്ങളെല്ലാം നല്ലതാ കണ്ടപ്പോൾ അങ്ങ് ഇറങ്ങി തിരിച്ച, അവൻ്റെ കൂടെ അങ്ങ് ഇറങ്ങി തിരിച്ചതാ, അവിടെ കൂടെ അങ്ങ് പോയതാ, ഇന്ന കോഴ്സിന് അങ്ങ് ചേർന്ന് ഇങ്ങനെ അങ്ങ് ചാടി അങ്ങ് ഇറങ്ങി തിരിച്ചതാ. പക്ഷേ ഇപ്പം പറയുന്നത് എന്തോ, ചെകുത്താനും കടലിൻ്റെ നടുക്കായി പോയി എന്നുള്ള രീതിയിലായി. ഇനി തിരിച്ചു പോകാൻ പറ്റുമോ, മുമ്പോട്ട് എങ്ങോട്ടാണെന്ന് അറിയത്തുമില്ല. ये पौलुस जब खड़े होकर कह रहे तभी उनकी अवस्था ये है कि
वो अगर इच्छा है तो भी वो लौट कर नहीं जा सकते और आगे भी नहीं बढ़ पा रहे। और उस समय पौलुस कहते हैं कि मैंने जब पहले कहा था तब आपने मेरी नहीं सुनी। और कई उसी तरह हमारे ज़िंदगी में भी हम दूसरों की बातों को सुनकर कई निर्णय ऐसा लेते हैं, चलो ये कोर्स कर लेंगे या फिर यहाँ चले जाएंगे, यहाँ से मूव कर लेंगे, ये है वो है, जो भी निर्णय हम दूसरों की सुनने पर, दूसरों के कहने पर हम लेते हैं और उसके बाद हम उस गहरी खड्डे में गिर जाते हैं। നമുക്കെല്ലാം അറിയാം. ആർക്കറിയാൻ വയ്യാതെ? കർത്താവിനെ ആരാധിക്കണം, പ്രാർത്ഥിക്കണം, ആരാധനയ്ക്ക് പോകണം, അതാണ് കർത്താവിന് കൊടുക്കണം, ദൈവവേലയ്ക്ക് ചെലവിടണം, കർത്താവിന് കൂട്ടായ്മയ്ക്ക്, ഇതൊക്കെ ആർക്കറിയാം? ഇതെല്ലാവർക്കും അറിയാം, എല്ലാവർക്കും ബോധ്യമുണ്ട്. പക്ഷേ നമ്മൾ അതിനെ മറച്ചു വെച്ചിട്ട് കണ്ട സാധ്യതകൾക്കനുസരിച്ച് കപ്പൽ നീക്കി തീരുമാനമെടുത്ത് മുമ്പോട്ട് പോയി. Praise the Lord. ये सबको पता है कि आराधना ज़रूरी है, इतवार में आना ज़रूरी है, संगति करना ज़रूरी है, परमेश्वर को देना ज़रूरी है, परमेश्वर के हर एक कार्यों में इन्वॉल्व होना ज़रूरी है। ये सब कुछ हम जानते हैं, सब जान कर भी हमारे ज़िंदगी में ऐसी अवस्थाएं आ जाती है, हम खुद ही निर्णय ले लेते हैं। അതുകൊണ്ട് ദേവദാസൻ എന്ന നിലയിൽ എന്നോട് പറയുമ്പോൾ ചില കാര്യങ്ങൾക്ക് ഞാൻ അങ്ങ് പറയോ, തുറന്നു പറയാം, ഞാൻ അങ്ങ് യെസ് പറയും, ഒന്നും മിണ്ടത്തില്ല അത് കാര്യത്തിൽ. നമുക്കറിയാം ഇതല്ല കറക്റ്റ് കാര്യം, പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, പിന്നെ അനുഭവിക്കുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. इसलिए परमेश्वर के दास होने के नाते मैं कई बातों में कुछ कहता नहीं हूँ, क्योंकि मैं यही सोचता हूँ कि जब आपकी ज़िंदगी में जब आप अनुभव करोगे तब आप सीखोगे, ऐसा रखकर मैं आगे बढ़ता हूँ. കർത്താവിനെ വിട്ട്, ദൈവസാന്നിധ്യം വിട്ട്, പ്രാർത്ഥന വിട്ട്, ആരാധന വിട്ട്, ആത്മനിറവും വിട്ട് നമ്മൾ എന്തെല്ലാം ഇനി ഓടിയെന്ന് പറഞ്ഞാലും ഇതുപോലെ വന്ന് ഇടിച്ചു നിൽക്കും. അലങ്കാരങ്ങളെല്ലാം പോയ്മൊഴിയായി മാറും. हम परमेश्वर की उपस्थिति को छोड़कर हम चाहे जिस किसी बातों में भी हम इन्वॉल्व हो जाए, आगे बढ़े, वो सब ऐसे एक अवस्था में ഒരു കോവിഡ് വന്നപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി കല്യാണം എങ്ങനെ നടത്തണമെന്ന്, അല്ലേ? 5 പേരല്ല 50 പേരിൽ ഒരു ആഡംബരവും ഇല്ലാതെ നമ്മളിപ്പോൾ നടത്തും. പക്ഷെ പിന്നെയും തിരിച്ചു പോകും, ശങ്കരൻ തെങ്ങേൽ എന്ന് പറയുന്ന പോലെ പിന്നെയും തിരിച്ചു ആഡംബരങ്ങളാ, അലങ്കാരങ്ങളാ. जब कोविड आया तब हमको समझ में आया कि किस तरह शादियां हो सकती है, 5 लोगों से भी, 5 लोगों के गेस्ट से भी होता है, 50 लोगों के गेस्ट से भी काम हो जाएगा। लेकिन अब कोविड का सब कुछ हो गया तो फिर से हजारों की संख्या में उन लोग सबको बुलाते हैं और शादियां बस बड़े ढंग से करवा रहे हैं. എന്നാൽ ആത്മനിറവ് അകത്ത് കണ്ടാൽ കൂനിയിരിക്കുന്ന ഒരു ചരിത്രം പഠിക്കുമ്പോൾ പൗലോസിന് വലിയ നീളമില്ല, ഒരു കൂനിയ ഒരു വ്യക്തിയാണ്, പ്രസംഗിക്കാൻ നല്ലപോലെ അറിയാത്ത വ്യക്തിയാണ് പൗലോസ് എന്ന് പറഞ്ഞാൽ. അങ്ങനെയൊക്കെയാണ് പറയുന്നത്. കാരണം അതിൻ്റെ തെളിവായിട്ട് പറയുന്നത് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി കാണുമ്പോൾ ഒരു ദിവസം പൗലോസ് കിടന്ന് പ്രസംഗിക്കുക. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി പഠിച്ചപ്പോൾ പ്രസംഗം കേട്ട് എൻ്റെ പ്രസംഗം കേൾക്കുന്ന പോലെ പ്രസംഗം കേട്ട് ഒരുത്തൻ ഉറങ്ങി മേളിയും താഴോട്ടോ പപ്പോന്ന് വീണ്, അത്രയ്ക്ക് വേറൊരു പ്രസംഗം പോലൊക്കെ ആയിട്ട് തോന്നും. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ അകത്ത് ആത്മനിറവുണ്ടായിരുന്നു. आमीन. प्रेरितों के काम में हम जब पढ़ते तब पौलुस की जो देखने में उनको ज़्यादा हाइट नहीं था और उनके प्रचार काफ़ी बोर लगता था लोगों को, वो ऐसा कहते आए हैं, क्योंकि प्रेरितों के काम उसके 1 अध्याय में हम पढ़ते हैं, उनका प्रचार सुनते सुनते एक व्यक्ति इतना बोर हो गया कि वो सोकर ऊपर से नीचे गिर गया और मर गया. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിച്ച അകത്ത് നിറവുണ്ടായിരുന്ന പൗലോസിനെ കാണാൻ പുറത്ത് ഭംഗിയില്ലെങ്കിലും, പേഴ്സണാലിറ്റി ഇല്ലെങ്കിലും, അല്ലെങ്കിൽ പ്രസംഗം കൊള്ളത്തില്ലെങ്കിലും, അല്ലെങ്കിൽ തിയോളജിക്കൽ അക്കാഡമിക്കലായിട്ട് അല്ലെങ്കിൽ പറയാൻ പ്രാഗൽഭ്യവും പ്രസന്റേഷനും ഇല്ലെങ്കിലും, ആ മരിച്ച വ്യക്തിയുടെ നടുക്കോട്ട് കൊണ്ടുവന്നിട്ട് കൈവച്ചു പ്രാർത്ഥിച്ചു, അവൻ ജീവനോടെ എഴുന്നേറ്റു. Praise the Lord. Amen. पौलुस की जिंदगी में उसे देखने लायक कुछ भी उसके शरीर में नहीं था, लेकिन उसके अंदर पवित्र आत्मा की सामर्थ होने के कारण उसे, अगर कोई मरे हुए व्यक्ति को सामने लेकर आए तो वो जब छुए तब वो चंगा होकर वो उठ जाता था. Praise God. ആ വ്യക്തി ഈ പ്രതിസന്ധിയുടെ നടുവിലും എഴുന്നേറ്റെങ്കിലും, അടുത്ത വാക്യം അതാ എന്നെ ഭയങ്കര ഉത്തരം വായിച്ച 22 इसका 22वां वचन पढ़ेंगे. എങ്കിലും, കണ്ടോ നിങ്ങൾ ആ വാക്യം കേട്ടോ, എങ്കിലും ആരംഭിക്കുന്ന എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടെ ഇരിപ്പാൻ. ഇപ്പോൾ ഒന്ന് പറഞ്ഞേ, അത് ആർക്കേ പറയാൻ പറ്റൂ? എന്തെങ്കിലും ഉള്ളവനെ പറയാൻ പറ്റൂ. കൊട്ടുമ്പോ ഒത്തിരി ശബ്ദം കേൾക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം അകത്ത് പൊള്ളയാ, അല്ലേ? इसके 22वें वचन में हम पढ़ते हैं, परंतु अब मैं तुम्हें समझाता हूँ. നമുക്ക് ഈ പുറത്ത് കൊട്ടുമ്പോൾ അറിയാം ഇവൻ എത്ര നിറഞ്ഞിട്ടുണ്ടെന്ന്.
हम बाहर से जब किसी बर्तन को ठोकते तब हमें समझ में आता है कि अंदर खाली है या भरा हुआ है। ഭയങ്കര അലങ്കാരങ്ങളൊക്കെയാ. बाहरी तौर से बहुत सजाया हुआ പക്ഷെ है, ഇച്ചിരി നേരം കൊട്ടി നോക്കുമ്പോ അറിയാം അകത്ത് ഭയങ്കര ശബ്ദമാണ്, ഭയങ്കര ശബ്ദമാണ്. നമ്മൾ लेकिन അതിനെ उसे जब हम ठोक के देखते तब पता चलता है बहुत आवाज आ ഈ रही है। പാത്രങ്ങൾ തമ്മിൽ നമ്മൾ അടിക്കുമ്പോൾ ഒത്തിരി ശബ്ദം കേൾക്കുന്നെങ്കിൽ നമുക്ക് അതിന്റെ അർത്ഥം അതിനകത്ത് ഒന്നുമില്ല. നിറഞ്ഞിരിക്കുന്ന പാത്രങ്ങൾ തമ്മിൽ അടിക്കുമ്പോൾ നോക്കി അതിന്റെ ശബ്ദം നമുക്ക് അറിയുന്നതിനകത്ത് എന്തോ ഉണ്ട്. हम जब दो बर्तनों को आपस में अथड़ाते हैं तब हमें उस आवाज से हमको पता चलता है कि इन बर्तनों में कुछ है या नहीं है। അതുകൊണ്ടാ ഈ പൗലോസ് പറഞ്ഞു എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ധൈര്യപ്പെടുവീൻ. ഈ വചനം ഇങ്ങനെ വന്നോണ്ടിരിക്കുക, വചന വെളിപ്പാട് ഇങ്ങനെ വന്നോണ്ടിരിക്കുക കേട്ടോ. എങ്കിലും पौलुस ये कहते हैं परंतु अब मैं तुम्हें समझाता हूँ कि डाढ़स बांधो। കണ്ടോ, ആത്മാവ് നിറവ് പ്രാപിച്ചവന് പറയാൻ കഴിയും ഇതെന്റെ അവസാനമല്ല. എങ്കിലും ഹല്ലേലൂയ, നിന്റെ വിഷയത്തെ നോക്കി, നിന്റെ ജീവിതത്തെ നോക്കി, ഹല്ലേലൂയ, ഇതെല്ലാം ഉണ്ടെങ്കിലും എങ്കിലും ഈ ബുദ്ധിമുട്ടുണ്ടെങ്കിലും, ഈ കപ്പൽ ഉടഞ്ഞെങ്കിലും, ഹല്ലേലൂയ, ചരക്കുകളെല്ലാം എടുത്തു മാറ്റിയെങ്കിലും, കഴിക്കാൻ ഒന്നുമില്ലെങ്കിലും, പട്ടിണിയാണെങ്കിലും, ഹല്ലേലൂയ, മാറി ഉടുക്കാൻ വേറൊരു വസ്ത്രമില്ലെങ്കിലും, പക്ഷെ ഒരു കാര്യം പറയാം, എങ്കിലും നിന്നെ അവിടെ കൊണ്ട് തളച്ചിടാൻ ഒരു പിശാചിനും കഴിയത്തില്ല. पौलुस यही कहते हैं, आत्मा से भरकर वो यही कहते हैं कि परंतु जिससे आत्मा हो वो ही ये कह सकता है कि तुम डाढ़स बांधो, तुम्हें कुछ भी नहीं होगा। Praise the Lord. ഇന്ന് പകൽ ആത്മനിറവ് പ്രാപിച്ചവൻ മുട്ടുമേൽ എഴുന്നിട്ട് പറയും എങ്കിലും. जिसे आत्मा है वो घुटने पर टेक कर यही कहेगा परंतु. ഒന്ന് പറഞ്ഞേ, എങ്കിലും ഇവിടെ കൊണ്ട് അവസാനിക്കത്തില്ല, परंतु ഞാൻ यहाँ ഇതിനെ खत्म नहीं മറികടക്കും. होगा, मैं इसके आगे बढ़ूंगा। ജീസസ്. എത്ര പേർക്ക് ഈ ആലോചന പിടികിട്ടുന്നുണ്ട്? कितने लोगों को ये समझ में आ रहा है? പിശാച് തിരിച്ചു വന്നിട്ട് നിന്നെ വാദിക്കുമ്പോ പറയണം, പിശാചേ എങ്കിലും ഞാൻ ഇതിനെ മറികടക്കും. शैतान से आज कहेंगे चाहे कुछ भी हो जाए परंतु मैं इसके ऊपर आगे बढ़ूंगा। അവൻ പറഞ്ഞെന്തോ, എങ്കിലും ഒന്ന് വായിക്കാം. എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടിരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. परंतु अब मैं तुम्हें समझाता हूँ कि डाढ़स बांधो। പൗലോസേ, അങ്ങയുടെ ഈ ധൈര്യത്തിന്റെ കാരണം എന്താ? पौलुस अगर ऐसा है तो इस डाढ़स बांधने का कारण क्या है? ഇവന്റെ ജീവിതത്തിന്റെ പുറകോട്ട് അന്വേഷിച്ചു പോകുമ്പോ ഒരു കാര്യം പിടികിട്ടും. 9-ാം അധ്യായത്തിൽ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് സൂര്യനേക്കാളും വെല്ലുന്ന ഒരു ഹല്ലേലൂയ, ഒരു വെളിച്ചം അവന്റെ ജീവിതത്തിലേക്ക് കയറി വന്നു. ये पौलुस को अगर हम पूछे तो वो ये कहेंगे, उन प्रेरितों के काम उसके 9वें अध्याय में वो कह रहा है कि मैं जब दमस्कस की उस द्वार पर पहुंचा तब सूर्य से भी बेहतर एक लाइट मेरे जिंदगी में आया। ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം ആഗ്രഹമുണ്ട് എനിക്കൊന്ന് നിറയണമെന്ന്? നിറയണമെന്ന് ആഗ്രഹിക്കുന്നവർ അല്പമല്ല, മുക്കാലല്ല, അരയല്ല, അല്ല, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത ഒരു ആത്മ നദിയിലേക്ക് എന്നെ ഒന്ന് നിറയ്ക്കണം. हम में से कितने लोग प्रार्थना करेंगे, परमेश्वर मुझे ऐसी एक ज्योति से आप आज भरिए। സൂര്യനേക്കാളും വെല്ലുന്ന ഒരു വെളിച്ചം അവന്റെ ജീവിതത്തിനകത്തേക്ക് വന്നു. उसके चारों ओर उसने ज्योति को देखी। സ്വർഗീയ വെളിച്ചം, സ്വർഗീയ അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ മുദ്ര, ആ വെളിച്ചം നിന്റെ ജീവിതത്തിനകത്തേക്ക് കയറിയ ഉണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. പുറമേയുള്ള പൗലോസിന്റെ കണ്ണടഞ്ഞു, പുറമേയുള്ള അലങ്കാര മോടികളെല്ലാം അടഞ്ഞു, പക്ഷേ അകത്തൊരു ആത്മീയ ശക്തി വ്യാപരിക്കാൻ തുടങ്ങി, ഒരു നിറവ് പ്രാപിക്കാൻ തുടങ്ങി. वो एकाएक उसने आकाश से उसके चारों ओर ज्योति को चमकता हुआ देखा। उसकी बाहरी तौर से उसकी आंखें बंद हो गई, लेकिन उसके हृदय में एक वो बड़ा प्रकाश उसने പരിശുദ്ധാത്മാവ് എങ്ങനെയൊക്കെയോ മെസ്സേജ് ഇങ്ങനെ അങ്ങ് കൊണ്ടുപോവാ. पवित्र आत्मा मुझे किसी और तरीके से आज आगे लेके जा रहा है। നിറയണമെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പാത്രങ്ങളെല്ലാം അടിക്കുമ്പോ ശബ്ദമാ അല്ലേ? पहले जैसे मैंने कहा, बर्तनों को आपस में जब हम अथड़ाएंगे तो आवाज आएगी। നമ്മൾ ഇന്ന് ആ അടിക്കുന്ന പേരിന് പറയുന്ന പേരാ എന്തോ ജോബിനെ എപ്പോഴും പറയാറുള്ളത്? റൈസ് ആൻഡ് വർഷിപ്പ്. പ്രൈസ് ആൻഡ് വർഷിപ്പ് അല്ല, हम ज्यादातर उस अथड़ाने के शब्द आवाज को हम कहते हैं रेस एंड वर्शिप। ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് അടിക്കുന്ന പേരാ ഇന്ന് പറയുന്ന പ്രൈസ് ആൻഡ് ലാസർ വി മാത്യു പറയുന്ന ഭാഷയിൽ പറഞ്ഞ പ്രൈസ് ആൻഡ് വർഷിപ്പ് എന്ന് പറയുന്നത്. ഇതൊന്നും അല്ല പ്രൈസ് ആൻഡ് വർഷിപ്പ്. അല്ലെങ്കിൽ അകത്ത് നിറവുള്ളവനെ കണ്ടാൽ അറിയാം.
अंदर जिसमें പാട്ടയിട്ട് भरपूरी അടിക്കുന്നത് പോലെ ചുമ്മാ ശബ്ദകോലാഹലം ഉണ്ടാക്കുകയല്ല. അവനറിയാം ഈ അന്യഭാഷയ്ക്കകത്ത് ഈ സ്തോത്രത്തിനകത്ത് ഒരു അഭിഷേകം വ്യാപരിക്കുന്നുണ്ട്. അടുത്തിരിക്കുന്ന ഹല്ലേലൂയ, അടുത്തിരിക്കുന്ന കമ്പിനെ, അടുത്തിരിക്കുന്ന വിറകിനെ അത് കത്തിക്കും. പ്രൈസ് ദി ലോർഡ്. അകത്തിരിക്കുന്ന അണലികൾ, അകത്തിരിക്കുന്ന അണലി ഹല്ലേലൂയ പുറത്തു ചാടും. പ്രൈസ് ദി ലോർഡ്. രക്ഷപ്പെട്ടതിന് ശേഷം വിറക് വരക്കി തീയിലോട്ടിട്ടപ്പോ അകത്ത് സുഖിച്ചു കിടന്ന അണലി മഴയും തണുപ്പും കൊണ്ട് ഈ അശുദ്ധാത്മാവ് പുറത്തു ചാടി. ഹല്ലേലൂയ. പൗലോസിന്റെ കൈക്ക് കയറി പിടിച്ചു. പൗലോസ് അഭിഷേകം നിറഞ്ഞവനായിട്ട് ഇതിനകത്തോട്ട് കൊടഞ്ഞിട്ടു. ഹല്ലേലൂയ. ചിലതൊക്കെ പുറത്തു ചാടും. നീ വിടുതൽ പ്രാപിക്കും. ये ज्यादा आवाज शोर शराबा में पवित्र आत्मा की सामर्थ सच में नहीं है. अगर पवित्र आत्मा की सामर्थ है तो वो हम बाहर से देख सकते हैं, उसे अनुभव कर सकते हैं, उसे पहचान सकते हैं. उस स्तुति में सामर्थ है, उस अन्य भाषा में सामर्थ है. और वो चाहे पौलुस के हाथ में जिस तरह वो सर्प जब जकड़ा हुआ था तभी उसे फेंका तो वो आग में वो भस्म हो गया, उसी तरह पवित्र आत्मा की सामर्थ हो तो शैतान हमसे दूर भागेगी. അതുകൊണ്ട് എനിക്ക് ഇവിടെ നിൽക്കുന്ന ദൈവമക്കളോടും ശുശ്രൂഷിക്കുന്ന ദൈവമക്കളോടും ഇവിടുത്തെ ഓരോ ശുശ്രൂഷയും എല്ലാവരും പറയും അത് ഏൽപ്പിക്ക്, ഇത് ഏൽപ്പിക്ക്, അത് ചെയ്യ്, ഇത് ചെയ്ത്, ഇത് കൊടുക്കാൻ. എനിക്ക് കൊടുക്കാൻ താല്പര്യമുണ്ട്. പക്ഷെ പലതിലും ഞാൻ പറഞ്ഞില്ലേ, പലതിലും എനിക്ക് എഗ്രി ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ നമുക്കെല്ലാം ഉണ്ട്. ഹല്ലേലൂയ. വരുമ്പോൾ നല്ല പാട്ട്, നല്ല സംഗീതം എല്ലാം ഉണ്ട്. ഹല്ലേലൂയ. അതിൽ നിങ്ങൾ സന്തോഷിച്ച് പോകല്ലേ, അതിൽ നിങ്ങൾ ആനന്ദിച്ച്. അതൊക്കെ അലങ്കാരങ്ങളാണ്, അതൊക്കെ നല്ലതാണ്. അത് വേണമെന്ന് ചോദിച്ചാൽ അതൊക്കെ വേണം. ചിട്ടയോടും അടുക്കോടും അടിച്ചു വാരി പുട്ടിൻ ഓർഡർ എല്ലാത്തിനും അതിൻ്റെ ചിട്ടയുണ്ട്, ക്രമമുണ്ട്. അത് പക്ഷേ അത് അതിൽ മാത്രം ഒതുങ്ങിപ്പോകരുത്. അകത്ത് നിറയുന്നുണ്ടോവും കൂടെ ഒന്ന് പരിശോധിക്കണം. इसीलिए मैं सभी को मैं इच्छा रखता हूँ कि सभी को या एक एक कार्यों में उन्हें इन्वॉल्व करें, उन्हें सेवकाई दे. लेकिन सब कुछ ठीक है, लेकिन पवित्र आत्मा की सामर्थ हो तो आप सही तौर से अपनी ज़िंदगी को रखोगे तो वो मैं पहचान पाऊँगा. അതുകൊണ്ട് ഞാൻ ഇവരോട് ഭയങ്കരമായിട്ട് കർശനമായിട്ട് പല സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളിവിടെ ഗിറ്റാർ അടിച്ചെന്ന് പറഞ്ഞുകൊണ്ട്, കീബോർഡ് അടിച്ചെന്ന് പറഞ്ഞുകൊണ്ട്, പാട്ട് പാടിയെന്ന് പറഞ്ഞുകൊണ്ട് പാസ്റ്റർ അങ്ങ് പൊങ്ങിപ്പോകത്തില്ല. ആരെങ്കിലും നിങ്ങളെ ഒത്തിരി അങ്ങ് എക്സോൾട്ട് ചെയ്തെന്നൊന്നും പറഞ്ഞ് ഇവിടെ സംഭവം ഒന്നും നടക്കത്തില്ല. രോഗികൾ സൗഖ്യമാകണമെങ്കിൽ, വ്യക്തികൾ ശുശ്രൂഷിക്കപ്പെടണമെങ്കിൽ, അവരുടെ മുറിവുകൾ ഉണങ്ങണമെങ്കിൽ, അവർ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ, നിങ്ങളിവിടെ പാടുമ്പോൾ, നിങ്ങളിവിടെ ഹാലിൽ ഗിത്താർ വായിക്കുമ്പോൾ അതിനകത്ത് നിറവോട് വേണം ഇത് ചെയ്യാൻ. हालेलुया. इसलिए मैं हमेशा मेरे प्रिय युवजनों को कहता हूँ, चाहे वो गिटार बजाना हो या कीबोर्ड बजाना हो, तो वो सभी विषयों में मैं यही कहता हूँ कि आप सब कुछ पवित्र आत्मा की भरपूरी से करोगे तो कुछ भी आपसे असंभव नहीं होगा. आप दुष्ट आत्माओं को भगाते हुए देखोगे, चंगाई पाते हुए लोगों को देखोगे, और आपकी परछाई से पवित्र आत्मा की सामर्थ लोगों पर उतरता हुआ आप देखोगे. നാണക്കേട് വിചാരിക്കണ്ട. നിങ്ങൾ അങ്ങനെ ഇരുന്നാൽ അങ്ങനെ തന്നെ ഇരുന്നു പോവും. വാ തുറന്ന് നിങ്ങൾ സ്തുതിക്കാൻ തുടങ്ങിയാൽ നിറഞ്ഞോണ്ടേ ഇരിക്കും. आप अगर ऐसे ठंडे ऐसे बैठोगे तो आप वैसे ही बैठे रहोगे. വചനത്തിലൂടെ അതിനെ തെളിയിച്ചതാ. പൗലോസ് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരുത്തന് വിശ്വാസമുണ്ടെന്ന് അവന് കണ്ടു. കാല് നടക്കാൻ പറ്റത്തില്ല. ലുസ്ത്രയിൽ അമ്മയുടെ ഗർഭം മുടന്താനായ ഒരുത്തൻ. പക്ഷെ അവൻ്റെ കണ്ണിലും അവൻ്റെ കയ്യിലും അവൻ്റെ നാവിലും ആ വിശ്വാസം വെളിപ്പെട്ടു. അവനെ കൈക്ക് കയറി പിടിച്ചു, അവൻ സൗഖ്യം പ്രാപിച്ചു. അല്ലെങ്കിൽ ചില നിലവാരങ്ങളിൽ അങ്ങനെ പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. അതുകൊണ്ട് അകത്ത് നിറഞ്ഞിട്ട് വേണം നമ്മൾ ശുശ്രൂഷിക്കാൻ. कई तरह से मैंने पहले भी आपको वचनों के द्वारा बताया है कि पौलुस की परछाई से लोगों को चंगाई मिली, और पौलुस ने कई लंगड़ों को हाथ पकड़कर उठाया. लुस्त्रा में हमने देखा जिसे उसकी आंखों की विश्वास से पौलुस ने उसे चंगाई दी. उस तरह कई जगहों में हम देखते हैं कि पवित्र आत्मा की सामर्थ हो तो कुछ भी असंभव नहीं. आपके सामने से दुष्ट आत्मा भागेगी. പ്രൈസ് ഗോഡ്. നിനക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്, നിനക്ക് ഓർഗനൈസ് ചെയ്യാനുള്ള, സ്റ്റാഫിങ് ചെയ്യാനുള്ള എല്ലാം നിനക്ക് കഴിവുണ്ട്. എല്ലാം നീ ക്രമവും ചുന്തമായിട്ടൊക്കെ ചെയ്യും. അറിവും ജ്ഞാനവും എല്ലാം ഉണ്ട്. പക്ഷേ അകത്ത് നിറവില്ല. അതുകൊണ്ടാണ് ഞാൻ പലതിലും നോ പറയുന്നതും മിണ്ടാതിരിക്കുന്നതും. ഇന്ന് പകൽ നിറഞ്ഞാൽ മറ്റുള്ളവർ അറിയാൻ തുടങ്ങും. आपके अंदर बहुत सारे टैलेंट्स होंगे, वो दूसरे तरह से बाहरी तौर से दिखाने के लिए बहुत कुछ होगा, सब कुछ है, लेकिन अंदर अगर अभी भी खाली है, अगर सूना है तो उसमें भरपूरी आप पाइए तो वो बाहर लोग पहचान पाएंगे आपको. ഹല്ലേലൂയ. ചിലവരുടെ നിറവ് എങ്ങനെയാണെന്നറിയാമോ? ഞാൻ ഇവിടെ പ്രസംഗിക്കുമ്പോൾ നിങ്ങളെല്ലാം അങ്ങ് സ്തോത്രം പറയണം, നിങ്ങളെല്ലാം ഹല്ലേലൂയ പറയണം. പക്ഷെ എൻ്റെ ഈ പ്രസംഗം കഴിഞ്ഞ് ഞാൻ താഴെ വന്നിരിക്കുമ്പോൾ അവർ പാട്ട് പാടുമ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. हालेलुया. ഇത് നിറവിന്റെ ലക്ഷണമല്ല. कई लोग ऐसे भी हैं कि जब वो लोग गाएंगे, जब
कुछ भी यहाँ पर सेवकाई करेंगे तो बाकी सब ताली बजाएं और सब कुछ करें, लेकिन जब यहाँ प्रचार होगा तो वो शांति से ऐसे सोते हुए मुंह से बैठेंगे। ഇത് നിറവിന്റെ ലക്ഷണമല്ല. ഇവിടെ പാടുമ്പോൾ അവർ നല്ല ഊർജ്ജമായിട്ട് പാടും. പാട്ട് കഴിഞ്ഞ് അവിടെ ചെന്നിരിക്കുമ്പോൾ ഞാൻ പ്രസംഗിക്കുമ്പോൾ കിടന്നുറങ്ങുവാണെങ്കിൽ അത് നിറവിന്റെ ലക്ഷണമല്ല. जब गीतों को गाते तो बहुत ही जोर से सब कुछ होता है, लेकिन जब प्रचार होता है तब वो सोते हुए मुख से वहां पर बैठे तो वो भरपूरी का लक्षण नहीं है। ആട്ടും കൂട്ടും പാട്ടും മേളവും അല്ല നിറവിന്റെ ലക്ഷണം. Praise the Lord. शोर शराबा नहीं है भरपूरी का सिंबल। അല്ല, വല്ലാത്ത കാറ്റടിക്കുമ്പോൾ, ഈശാന മൂലലടിക്കുമ്പോൾ, കപ്പൽ ഛേദം വരുമ്പോൾ, അലങ്കാരങ്ങളെല്ലാം നഷ്ടപ്പെടുമ്പോഴും, കഴിക്കാൻ ഒന്നുമില്ലെങ്കിലും, മാറിയുടുക്കാൻ ഒരു വസ്ത്രമില്ലെങ്കിലും അവൻ പറയും എങ്കിലും എങ്കിലും യഹോവ ഈരേ, യഹോവ നിസി, യഹോവ ദാതാവ്, യഹോവ ജയക്കൊടി. ഹല്ലേലൂയ. आत्मा की भरपूरी होने वाले एक व्यक्ति अगर हो तो चाहे कितना भी बड़ी आंधी तूफान जिंदगी में आए, भरपूरी पाए हुआ व्यक्ति यही कहेगा परंतु परंतु परंतु, चाहे खाना नहीं हो, चाहे पानी नहीं हो, चाहे कपड़े नहीं हो, कुछ भी जिंदगी में नहीं हो, तो भी वो यही कहेगा परंतु और यीशु मेरे साथ है। Praise the Lord. ഒരിക്കല് ഒരു ദാസി പ്രവാചകന്റെ അടുത്ത് പോയി, അങ്ങയുടെ ശിഷ്യൻ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, കടക്കാര് വരുന്നു, എൻ്റെ മക്കളെ പിടിച്ചുകൊണ്ട് പോകാൻ വരുന്നു, എന്തു ചെയ്യണം അറിയത്തില്ല. പ്രവാചകൻ പറഞ്ഞു, നിന്റെ വീട്ടിനകത്ത് എന്തോ ഉണ്ട്, എന്തെങ്കിലും ഉണ്ടോ, എന്നാലേ എനിക്ക് വല്ലതും ചെയ്യാൻ പറ്റൂ. Praise God. जिस हम जानते हैं दूसरी राजाओं के पुस्तक में हम ये पढ़ते हैं, एक विधवा थी, वो ये कहती है, पुरोहित भविष्यवक्ता के पास आकर कहती है कि तेरे दास मेरे पति मर चुके हो और मेरे सामने जो भी हमने जिनसे भी पैसे लिए वो आकर अब मुझसे मेरे बच्चों की मांग कर रहे हैं, मुझे आप मदद कीजिए। അപ്പം ആ പ്രവാചകൻ ചോദിച്ചു, നിന്റെ വീട്ടിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? लेकिन वो भविष्यवक्ता ने, एलीशा ने उससे यही पूछा कि तेरे पास क्या है। ആ ചോദ്യം നമ്മളോടാകട്ടെ, നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടോ? अगर वैसा सवाल हमसे वो पूछे तो हम क्या जवाब देंगे? പൈസ കടം വാങ്ങിക്കാം, പാത്രങ്ങളെല്ലാം അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ വാങ്ങിക്കാം, അതൊക്കെ ഞാൻ ഒപ്പിച്ചു തരാം. പക്ഷേ നിറവ് സംഭവിക്കണമെങ്കിൽ, നീ നിറയപ്പെടണമെങ്കിൽ അത് നിന്റെ വീട്ടിനകത്തു നിന്നാണ് നിറയേണ്ടത്. ഇവിടെ വന്ന് 2 മണിക്കൂർ കൈ കൊട്ടുമ്പോൾ നിറയത്തൊന്നുമില്ല. जो कुछ भी है वो कहेंगे, दूसरों से बर्तन लेना है वो लेंगे, और दूसरों से जो कुछ भी करना है वो सब कुछ हम करेंगे, लेकिन उसकी शुरुआत जो है वो हमारे घर के अंदर की तेल से होना है। അത് പുറമേയുള്ള ചില അലങ്കാരങ്ങളും ചില ചിട്ടയും ഡിസിപ്ലിനും കാര്യങ്ങളുമാ ഇവിടെ വന്ന്, ഇവിടെ അതിൻ്റെതായ പ്രാധാന്യമുണ്ട്, അതെല്ലാം നല്ല ഞാൻ പറഞ്ഞു. പക്ഷേ നിറയണമെങ്കിൽ, നിറവ് ആരംഭിക്കണമെങ്കിൽ നിന്റെ ഭവനത്തിനകത്തുനിന്ന് ആരംഭിക്കാനേ പറ്റത്തുള്ളൂ. और ये जो भरपूरी है वो 2 घंटे से यहाँ मिलने वाली नहीं है, वो घर के अंदर वो भरपूरी आना जरूरी है। बाकी सब कुछ तो हम बाहरी तौर से उसे सजा सकते हैं, उसे अच्छी तरह रख सकते हैं, लेकिन जो ഞാൻ വലിയ പ്രവാചകനാണ്, വേണേ തലേ കൈ വെച്ച് 10 പ്രവചനം പ്രവചിക്കാം, പക്ഷെ നിറയണമെങ്കിൽ നിന്റെ വീട്ടിനകത്തുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് നിറയാൻ പറ്റൂ. भविष्य वक्ता चाहिए तो उनके सिर पर हाथ रखकर बहुत कुछ चमत्कार कर सकते हैं, लेकिन उसमें जो भरपूरी होनी है वो घर के अंदर से आना है। എന്തുണ്ട് അവൻ പറഞ്ഞു, ഇച്ചിരി എണ്ണ ഇപ്പൊ കുറെ നേരം ഓർത്തെടുത്തതാ, അത് വലിയ പ്രസക്തി ഇല്ലായിരുന്നു, അത് അവിടെ കണ്ട് കിടക്കുമായിരുന്നു. നമ്മൾ അങ്ങനെയല്ലാന്ന് പറഞ്ഞു. ഒത്തിരി നമ്മൾ അടിച്ചു വാരുമ്പോഴാ വേണ്ടാന്ന് പറഞ്ഞ് പലതും ഇമ്പോർട്ടൻ്റ് ആവുന്നതും, ഒത്തിരി ഇമ്പോർട്ടൻ്റ് വില കൊടുത്ത് വാങ്ങിച്ച സാധനം പലതും ഒരു പ്രയോജനം ഇല്ലാതെ അവിടെ ഇരിക്കുന്നതും കാണുന്നത്. वो यही कहती है कि मेरे घर एक हांडी तेल को छोड़ और कुछ भी नहीं है। ऐसा ही होता है कि हमारे लाइफ में हम उसे जिसे मूल्य देते हैं वो एक्चुअली उस पर कोई मूल्य नहीं होता है, और जिसे मूल्य नहीं देते वो बहुत ही मूल्यवान होता है। വേൾഡിലൊക്കെ ആൾക്കാർ പറഞ്ഞു നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ ഒക്കെ പറയും അല്ലേ. കടം കയറിയപ്പോൾ ആൾക്കാർ പിടിക്കാൻ വന്നപ്പോൾ ചിന്തിക്കാൻ തുടങ്ങി, വീട്ടിനകത്ത് എന്തോ ഉണ്ടോ, ഇതെന്താടാ പ്രശ്നം ഇങ്ങനൊക്കെ വന്നേ, അന്നേരം ഇരുന്ന് ചിന്തിക്കാൻ തുടങ്ങുന്നേ. അതുവരെ ചിന്തിക്കത്തുമില്ല, ഇരിക്കത്തുമില്ല, വിളിച്ച പ്രാർത്ഥനയ്ക്ക് വരുത്തുമില്ല. കടക്കാർ പിടിക്കാൻ വന്നപ്പോൾ ഇരുന്നൊന്ന് ആലോചിക്കാൻ തുടങ്ങി, എടാ ഇതെന്താടാ കുഴപ്പം, ഇതെന്താണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ. അന്നേരം അടിച്ചു വാരാൻ തുടങ്ങുന്നത്. Praise God.
അന്നേരം ആ തിരിച്ചറിയുന്ന ഒരു ഇച്ചിരി എണ്ണ അവിടെ വീട്ടിനകത്ത് ഇരിപ്പുണ്ട്. हालेलुया। जब प्रार्थना के लिए बुलाए तब वो समय पर नहीं आएंगे, लेकिन जब ऐसे दूसरे लोग जब पूछने के लिए, आपको परेशान करने के लिए जब लोग आएंगे, तब भविष्यवक्ता के पास आते हैं और तब याद आता है कि उनके पास थोड़ा सा तेल है। ഇങ്ങനെ വരുന്ന നെസസിറ്റി ഈസ് ദ ഇൻവെൻഷൻ ഈസ് ദ മദർ ഓഫ്. നമ്മൾ ഇല്ലെങ്കിൽ ഇല്ലാത്ത വഴി നമ്മൾ തപ്പിയെടുക്കും അല്ലേ? അതുവരെ പ്രൈസ് ഗോഡ്. ഇന്ന് പകൽ നമ്മളൊരു തീരുമാനം, എല്ലാവരും ഒന്ന് ദിവസം എഴുന്നേറ്റാണ്. आइए हम सब खड़े होंगे, हम परमेश्वर के सामने आज एक निर्णय लेंगे। ഹല്ലേലൂയ. ആ ചെറിയ എണ്ണയ്ക്കകത്തുനിന്ന് वो थोड़ी से तेल के साथ പാത്രങ്ങളെല്ലാം ബാക്കിയെല്ലാം നമുക്ക് വാങ്ങിച്ചുകൊണ്ട് വരാം. എല്ലാം അതൊക്കെ പിന്നെയും പൈസ ഉണ്ടെങ്കിൽ വാങ്ങിക്കാം. നോഫ്രിൽസിൽ പോയാൽ കിട്ടും, ഡോളർ ഷോമയിൽ പോയാൽ കിട്ടും, മൈക്കിൾസിൽ പോയാൽ ഇച്ചിരി എക്സ്പെൻസീവ് വേണമെങ്കിൽ മൈക്കിൾസിൽ പോയാൽ നമുക്ക് കിട്ടും. കഴിഞ്ഞ ദിവസം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പോയി ഷോപ്പിംഗ് ചെയ്ത് വലിയ പുതിയ ബ്രാൻഡ് എൽഡോ ഒക്കെ അതിനകത്തൊക്കെ പോയി നമുക്ക് വാങ്ങിക്കാം പൈസ കൊടുത്ത്. ഞാൻ ചുമ്മാ തമാശ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പം നിങ്ങളെ ഉണർത്താൻ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ പൈസ ഉണ്ടെങ്കിൽ പിന്നെയും പോയി വാങ്ങിക്കാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയുന്ന കാര്യം എന്തോ, ഇതൊക്കെ ആരെങ്കിലും ഒക്കെ തരും, അവർക്ക് തേഞ്ഞതും ഒക്കെ പാത്രങ്ങളൊക്കെ തരും. പക്ഷെ അകത്ത് എണ്ണ ഉണ്ടെങ്കിലേ നിറയ്ക്കാൻ പറ്റത്തുള്ളൂ കർത്താവിന്. അകത്തില്ലെങ്കിൽ ദൈവത്തിന് നിറയ്ക്കാൻ പറ്റത്തില്ല. सब कुछ हम बाहर दुकानों से खरीद सकते हैं, अच्छे आउटलेट मॉल में सब जाकर हम बहुत अच्छी अच्छी चीजों को खरीद सकते हैं, लेकिन ये जो चीज है वो अंदर हो तो ही हम बाहर दिखा सकते हैं। आंखों को बंद करेंगे. അതിന്റെ നടുവിൽ നിറഞ്ഞവനായി ഒരുവൻ പറഞ്ഞു, കഴിഞ്ഞ രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ്, കർത്താവിന്റെ ദൂതൻ, ദൈവം ഇറങ്ങി വന്നിട്ട് എന്നോട് പറഞ്ഞു, പൗലോസേ നീ ഭാരപ്പെടണ്ട. ഹല്ലേലൂയ. ഈ കപ്പൽ ഛേദം കൊണ്ട് നീ ഉടങ്ങിപ്പോകത്തില്ല. നിന്റെ കൂടെ ഉള്ളവരുടെ പ്രാണന് ഇച്ചിരി പോലും പോറലേക്കാതെ ഞാൻ മെലീത്ത ദ്വീപിൽ മാത്രമല്ല അതിൻ്റെ അപ്പുറത്ത് റോമിൽ നിന്നെ കൊണ്ടെത്തിക്കും. ആ ധൈര്യത്തിൽ അതിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് പൗലോസ് പറയുന്നു, എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു നിൽക്കുന്നവനുമായ എൻ്റെ ദൈവം കഴിഞ്ഞ രാത്രിയിൽ എന്നോട് പറഞ്ഞു, പൗലോസേ ഹല്ലേലൂയ, നീ റോമിലെത്തും. ഇന്ന് പകൽ നമ്മളോട് ആരംഭിച്ച ചില പ്രവർത്തികൾ പൂർത്തീകരിക്കാൻ പരിശുദ്ധാത്മാവിന് ആഗ്രഹമുണ്ട്. വിട്ടുകൊടുക്കാൻ താല്പര്യമുണ്ടോ? ഈ മെലീറ്റ ദ്വീപിനകത്ത് മഴയ്ക്കകത്തും തണുപ്പിനകത്തും നിന്റെ ജീവിതവും ആത്മീയവും ഉറഞ്ഞുപോയാൽ ഹല്ലേലൂയ അവിടെ കൊണ്ട് അവസാനിക്കുമല്ല. എനിക്കിനി മുമ്പോട്ട് നടക്കാനുണ്ട്. എങ്കിലും ഞാൻ ധൈര്യപ്പെടുന്നു. ഹല്ലേലൂയ. ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ഒന്ന് പറഞ്ഞേ, ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ഒന്ന് പറഞ്ഞേ. यही कहते हैं कि मैं, परंतु चाहे कुछ भी हो जाए, परमेश्वर यहोवा ने मेरे सामने दर्शन देकर यही कहा कि पौलुस तुम मत डर, तू जिस तरह कैसर के सामने खड़ा होना अवश्य है, देख परमेश्वर ने सभी की जिंदगी तेरे हाथ में दी है। और उसी तरह परमेश्वर ने पौलुस के द्वारा उनको डाढ़स बंधवाया है। और जिस तरह दाऊद ने कहा, मैं मेरे परमेश्वर के द्वारा लोगों के विरुद्ध में जाऊंगा और मैं सारे दीवारों के ऊपर चढ़ूंगा। हालेलुया। കണ്ണുകൾ അടച്ച് നമ്മൾ ആത്മാവിൽ ആരാധിക്കാൻ പോവാ. हम आंखों को बंद कर थोड़ी देर आराधना करने जा रहे हैं. വെളിപ്പാടിനനുസരിച്ച് ഒന്ന് സമയം പോയാലും ഒന്ന് വിട്ടുകൊടുത്തേ, ഒന്ന് ദൈവത്തെ ഒന്ന് ആരാധിച്ച് ഈ വിട്ടുകൊടുക്കുക പഴങ്കഥയായി മാറാതെ, പഴഞ്ചൊല്ലായി മാറാതെ അത് റിയാലിറ്റിയിലേക്ക് വരട്ടെ യേശുവിന്റെ നാമത്തിൽ. अपने आप को हम छोड़कर परमेश्वर की आराधना और स्तुति करेंगे कि केवल शब्दों में नहीं, लेकिन उस व्यक्तिगत रूप में हम अनुभव करने पाए। हालेलुया।